സമി, സ്വാമി, ഇന്നെനിക്ക് മുകളിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. എന്റെ പ്രാർത്ഥന കേട്ടേക്കണേ. കേക്കില്ലേ? ആരുമില്ല. അവള് കണ്ടടാ. വാടാ. നിക്കടിയോടെ നിൽക്കാൻ. എഴുന്നേക്ക്. എന്തു പറ്റി? മര്യാദക്ക് പൊക്കോ. നീ ദേ പോകുന്നു. എടാ, അവളെ ഇവിടേക്ക് തന്നെ ഓടി വന്നേ. ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയി അവള്? അവിടെ എവിടെയെങ്കിലും കാണൂടാ. എന്നാ വാ നോക്കാം. അവൾ ഈ കാടിനുള്ളിൽ എവിടെയെങ്കിലും കാണൂടാ. ഒരു കാരണവശാലും അവളെ വിട്ടുകളയരുത്. വാടാ. നീ അവിടെ പോയി നോക്ക്. ചെല്ല് വേഗം. എടാ, അവൾ ഈ പരിസരത്ത് എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ എവിടെ പോയവള്? അവള് പോകുന്നടാ. പിടിക്കവളെ. നിക്കടി. നീ എങ്ങോട്ടടി ഓടുന്നേ? രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? വേണ്ട, എന്നൊന്നും ചെയ്യില്ല. ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ആരോടത് പറയില്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നൊന്നും ചെയ്യില്ല, പ്ലീസ്. നമ്മുടെ മോന് പെണ്ണ് നോക്കാൻ വേണ്ടി ബ്രോക്കറായി ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിടന്ന് ബഹളം വെക്കണ്ടല്ലോ, ഒന്ന് പോയി നോക്കി. എന്താണ് കാണിക്കുന്നത്? അയ്യോ, അയ്യോ, എന്താടാ എന്താ ഈ കാണിക്കുന്നേ? എന്താ ഈ കാണിക്കുന്നേന്ന് കണ്ടില്ലേ? നിന്റെ സ്വന്തം അപ്പനാ. നീ അല്ലേ തല്ലി താഴെ എണീപ്പിക്കടാ. അയ്യോ, എന്ത് പറ്റി അച്ഛാ? ഒന്ന് പിടിച്ച് എണീപ്പിക്കടാ. എണീക്ക്. ഹലോ സാർ, ഇവിടെ കാര്യങ്ങളൊക്കെ റെഡിയാ. എപ്പോഴെങ്ങോട്ട് എത്തുക? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക.
ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും. ഓക്കെ? ഓക്കെ സാർ, ഓക്കെ. സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. എന്തീ കാണിക്കുന്നത്? സാറേ കസേരയിലിരിക്കുന്നത് ആരാടാ പറഞ്ഞേ? താഴെ ഇരിക്കടാ. ഇരിക്കാം സാറേ. ചവിട്ടുന്നുണ്ടല്ലോ, കരയാതെ കാര്യം പറയടാ. പറയടാ. സാറേ എന്റെ ഭാര്യ കാലിന്റെ കൂടെ ഒളിച്ചോടി സാറേ. ഇവനെന്താ ഭ്രാന്താ? മൂന്ന് ദിവസം വിളിച്ച് പറയുന്നത് ഭ്രാന്ത് കൊണ്ടവന്. അയ്യോ ഞാൻ സത്യം പറയും സാറേ, എന്റെ ഭാര്യ കാലിന്റെ കൂടെയാ പോയത് സാറേ. ഭാര്യ ചത്ത് കാണും, അതുകൊണ്ട് പ്രാന്തായതായിരിക്കും. സാറേ ചത്തിരുന്നെങ്കിലും കുഴപ്പമില്ല സാറേ, ആ കാലിന്റെ കൂടെ ഒളിച്ചോടിയില്ലേ സാറേ. ഇയാള് തലയ്ക്ക് വിളിച്ചു പറയുന്നു. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. മര്യാദക്കുള്ള കാര്യം പറടാ. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണേ സാറേ. ശരി, ഇരിക്കവിടെ. എടാ, കാലിനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാ? പിന്നെയാ നിന്റെ ഭാര്യ. നിന്റെ ഗുഡ് മോർണിംഗ് സാറേ നമസ്കാരം സാറേ. സാറെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതാ സാറേ. എടോ, ഇതെന്താ കേസ്? സാറേ സാറേ, ഇയാള് എന്റെ ഭാര്യ കാലിന്റെ കൂടെ ഒളിച്ചോടി സാറേ. ഇയാളിത് എന്തൊക്കെയാ പറയുന്നത്? എന്റെ സാറേ വന്നപ്പോ തുടങ്ങി ഇത് തന്നെ ഇയാള് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഡാ, നീ കാലിനെ കണ്ടായിരുന്നോ? ഇല്ല സാറേ, അവൻ തന്നെയായിരിക്കും എന്റെ ഭാര്യയും കൊണ്ട് പോയത് സാറേ. ആ ശരി, അവന്റെ അഡ്രസ് പറ. അത് ആർക്കറിയാം സാറേ, അതിനല്ലേ നിങ്ങളുള്ളത്. ഒന്ന് കണ്ടുപിടിച്ചതാ സാറേ. അമ്മോ, ആ കണ്ടുപിടിക്കണം അല്ലേ? നീ എഴുന്നേക്ക്, ഞാൻ കണ്ടുപിടിച്ചു തരാം. നിന്റെ കെട്ടിയോളുടെ പേരെന്താ? വാസന്തി എന്നാണ് സാറേ. വാസന്തി എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ സാറേ. അതെ സാറേ, അതെ സാറേ, അതെ സാറേ. ആ ഓക്കെ ഓക്കെ, നിന്റെ പേരെന്താ? കരുണൻ എന്നാണ് സാറേ. നിന്റെ രൂപത്തിനും മുഖത്തിനും ചേരാത്ത അയ്യോ, പേരാണല്ലോ. അയ്യോ. പോടാ. ഇനി ഈ ഭാഗത്തെങ്ങാനും നിന്നെ കണ്ടാ കൊന്നു കളയും ഞാൻ, കേട്ടല്ലോ? നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം സർ. കട്ട് ചെയ്തോളൂ സർ. ഇത് ഇതാ പിടിക്ക്. നമ്മുടെ കടയിൽ നിന്ന് ഫോൺ വാങ്ങുന്നവർക്കൊക്കെ ഒരു പ്രൈസ് ഉണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ട് പോണേ. സർ പേരെന്താന്ന് പറയൂ സർ. രഘു. രഘു എന്നല്ലേ? മാഡത്തിന്റെ പേര് സുധ. ആ താനൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. എടോ കുമാറേ, താനിപ്പോ ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പി സർ. കേരളം മുഴുവൻ സാറിന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തില്ല. കുമാറേ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ നമ്മുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവണം. ഉറപ്പായിട്ട് സർ. താൻ ആ പി സിയോട് വരാൻ പറ. എടോ അങ്ങ് കേറി പോരെ, വാ. നമസ്കാരം സർ. എന്താടോ, തന്റെ SI ഒന്നും ഇവിടേക്ക് വരില്ലേ? സാറ് കമ്മീഷൻ ഓഫീസർ ഒന്ന് പോയിരിക്കാം. ഓ അത് ശരി. അതെ സർ. അത് വെച്ചോ. താങ്ക്സ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇയാളാ നോക്കുന്നത്. ആയിക്കോട്ടെ. വേണ്ട പോലെ ഡീൽ ചെയ്തോളൂ. ശരി, സർ. SIയോട് ഞാൻ സംസാരിച്ചോ. ഓടെ, സർ. എന്നാ പയ്ക്കോ. അമ്മേ, എന്താ മോനെ? എന്റെ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടി വന്നമ്മേ. ആ ശരിയാടാ. എന്റെ സ്വപ്നത്തിൽ വന്ന കുട്ടിയെ അമ്മ എങ്ങനെ അറിയുന്നേ? നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണ് അന്വേഷിച്ചില്ലായിരുന്നോ? ആ പെണ്ണ് തന്നെ ആയിരിക്കൂടാ. വെറുതെ തമാശ പറയില്ല അമ്മേ. ദേ വന്നു ആ കഴുത, നിന്റെ ആ ഫ്രണ്ട്. വേഗം ചെല്ലേ, പോകുന്ന വഴി ആ കേബിളുകാരനോട് വരാൻ പറ. ശരി. എന്റെ പൊന്നളിയാ, എത്ര നേരമായിടാ കാത്തു നിൽക്കുന്നത്? എന്നാ പിന്നെ അളിയാ വിട്ടാലോ? ആ വാ പോവാം. പെട്രോൾ അടിക്കുമല്ലോ അല്ലേ? അതൊക്കെ അടിക്കാതെ നീ കേറ്. നീ എപ്പോഴും ഇത് തന്നെ പറയാറ്, പക്ഷെ അടിക്കാറൊന്നുമില്ല. എടാ ഒന്ന് നിർത്തിയടാ, നിർത്തി. എന്താണ് ആന്റി, കാലത്തെ ഫുൾ കളർഫുൾ ആണല്ലോ. പോടാ കരിങ്കുരങ്ങി. ഓക്കെ ബൈ ആന്റി. അതെ, എന്താ ആന്റി? മിക്സി കംപ്ലൈന്റാ, ഒന്ന് റിപ്പയർ ചെയ്ത് തരുമോ? സമയം കിട്ടുമ്പോ ഞാൻ വന്ന് റിപ്പയർ ചെയ്യാം. ബൈ ആന്റി. ശരി ശരി. ആരുടെ അളിയാ? വീട്ടിൽ നിന്നടാ. ആ നീ എടുത്ത് സംസാരിക്കും. എന്താമ്മേ? എടാ നീ ഇതെവിടെയാ? ഞാൻ കടയിലമ്മേ. ആ ശരി, നീ പെട്ടെന്നൊന്ന് വീട് വരെ വന്നിട്ട് പോ. ആ ശരി, വരാം. എന്തായി എന്റെ മൊബൈൽ ശരിയാക്കിയോ? അതാ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളെ കൊണ്ട് ഇറങ്ങിയാൽ മതി. നാളെയും ഇത് തന്നെ കേൾക്കേണ്ടി വരും. മൊബൈൽ നാളെങ്കിലും തിരിച്ചു കിട്ടുമോ? കിട്ടുവന്നേ, പോയിട്ട് വാ. നീ ചെല്ല്.
ഓ ഏത് സമയത്താണ് അവിടെ കൊണ്ടുകൊടുക്കാൻ തോന്നിയത്? അവൾ എത്ര സുന്ദരിയാണെന്ന് അറിയോ നിനക്ക്? ഇരിക്കളിയാ. അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. കട നോക്കണം നീ. നീ പോടാ, എനിക്ക് എന്റെ ദേവതയുണ്ട് കൂട്ടിന്. ഓറഞ്ച്, ആപ്പിള്, ഏത്തപ്പഴം വേണോ? കുറച്ച് പഴം എടുക്കട്ടെ? അയ്യോ വേണ്ട. ഓറഞ്ച്, ആപ്പിൾ, ഏത്തപ്പഴം വേണോ? അതെ ചേച്ചി, ആ പഴം എത്രയാ വില? ആ കാണാം, 10 രൂപ. അപ്പൊ തൊട്ടാ കുറച്ച് കൂടുതലാ മോനെ. കാലം പോയൊരു പോക്ക് കണ്ടാ. കിലോ 70 രൂപ. ഒരെണ്ണം മാത്രമാണെങ്കിൽ 20 രൂപ. എന്താ ഇതൊന്ന് ഇറക്കി വെക്കേ. വാടാ ഒന്ന് പിടിക്കണം. കേട്ടാ എന്റെ ദൈവമേ, ആ കിളവനെ കൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങളെങ്കിലും എന്തെങ്കിലും വാങ്ങ. അതെ സാറേ, പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയല്ലോ. കാശ് ചോദിച്ചിരുന്നില്ലേ? അയ്യോ അത് ശരിയാണല്ലോ. പഴം കണ്ടപ്പോ പണത്തിന്റെ കാര്യം വിട്ടുപോയി. നല്ല ആള് തന്നെ. എടുക്കേ. പിടിച്ചോ. ചോദിച്ചത് തന്നിട്ടുണ്ടേ, കൃത്യമായിട്ട് കിട്ടണം. ആ വായടച്ചു വെക്കണം. ഞാൻ പലിശയുടെ കാര്യാ പറഞ്ഞത്. എല്ലാരും കാശ് ലോക്കറിലൊക്കെ വെക്കാറ്. പക്ഷെ ചേച്ചി ഇതൊന്ന് എടുത്തതാ മോനെ. ചോദിക്കാൻ. അപ്പൊ ശരി. മാഷേ, മാഷിന്റെ കടയിൽ മാത്രം ഒരു മനുഷ്യനെ കാണാത്ത. പിന്നെ ഇയാളുടെ മോന്തം കണ്ട് ഇവിടുത്തെ ഈ ഊള ചായ കുടിക്കാനായിട്ട് ക്യൂ ആയിട്ട് ആൾക്കാർ വന്ന് നിൽക്കാൻ പോലെ. നമ്മുടെ മാർക്കറ്റിൽ പുതിയൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇതാണോടാ? ഇത് പുതിയതാ? ആ പുതിയ മോഡലാണല്ലോ. എന്താ മൊബൈൽ വാങ്ങാനല്ല വന്നേ. അപ്പൊ അത് നോക്ക്. സാർ ഈ സൈഡിലേക്ക് വാ. ഇതെങ്ങനെയുണ്ട്? ഓ ശരി, ഇത് പഴയ മോഡലാ. ഇതൊക്കെ വാങ്ങണോ? നിനക്ക് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ശരി, ഇതെടുത്തോ. സർ ഇത് തന്നെയാണെന്ന് ഫിക്സ് ആ ചെയ്തു. ഇതന്നെ മതി. ബില്ലെടുത്തോ. ഓക്കെ, അപ്പൊ ബില്ല് എടുക്കല്ലേ? ആ ബിൽ ബുക്ക് ഒന്ന് എടുത്തേ. സർ സാറിന്റെ ഫോൺ നമ്പർ, നെയിം, അഡ്രസ് ഒക്കെ ഒന്ന് പറയോ? ഒന്ന് നോട്ട് ചെയ്യാനാ. ഓക്കെ, എൻ്റെ പേര് പ്രഭ. ഓക്കെ, അഡ്രസ് ഒന്ന് പറയോ? അഡ്രസ് ഗാന്ധിനഗർ 2nd ലൈൻ. ബാക്കി പറഞ്ഞോളൂ സർ. അല്ല, ഒന്ന് നിന്ന്. ഈ അഡ്രസ് എഴുതിക്കേണ്ട കാര്യം എന്താ? മൊബൈൽ വാങ്ങുന്ന കപ്പിൾസിന് ഞങ്ങൾ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് സർ. അത് കൊള്ളാലോ. ബില്ലടിക്കാൻ പോവാണ്, വേറെ മാറ്റമൊന്നുമില്ലല്ലോ. ഇതാ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മാഡം. ഇതാ പിടിച്ചോ. ആ ബില്ല് എന്നേക്ക്. ഓക്കെ സർ. താങ്ക് യു. വെൽക്കം. സാറിന് ഏത് മോഡലാ? ഒരുപാട് ലേറ്റസ്റ്റ് മോഡൽസ് ഉണ്ട്. ഹലോ മാഡം, കപ്പിൾസ് മാത്രം ഓഫർ ഉള്ളോ? സിംഗിൾസിനൊന്നുമില്ലേ? വൈഫായിട്ട് വന്നാൽ മതി സർ. അപ്പൊ നിങ്ങൾക്ക് പ്രൈസ് കിട്ടില്ലേ? കപ്പിളാവാൻ ഞാൻ റെഡിയാ. താൻ റെഡിയാണോ? റെഡി റെഡി. അവനങ്ങനെ പലതും പറയുന്നത്. ഇവിടെ നോക്ക്. അളിയാളിയ വാ പോവാം. പോടാ. എന്തേ നോക്കുന്നില്ല? വാ. ഉറപ്പായിട്ടും ഇന്ന് അവൾ എന്റെ സ്വപ്നത്തിൽ വരും. എത്ര നേരം ഇതൊന്ന് വേഗം എടുത്തോണ്ട് വാ. എനിക്ക് എന്റെ മനുഷ്യ. വേഗം കഴിക്കണം. 20 വർഷമായിട്ട് ഇതേ ചട്ടി തന്നെ. ഇതൊക്കെ മതി. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഇതൊക്കെ ധാരാളാ. ഗവൺമെന്റ് ജോലിയാ മോളെ, അറിയാലോ. വലിയ കാര്യായി. മാസം 1 ലക്ഷം രൂപയല്ലേ ശമ്പളം വാങ്ങിക്കുന്നേ. ഇവളോടൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? നീ എവിടെ എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്കുക? അവന്റെ പ്രായം അതല്ലേ, അപ്പൊ സ്വപ്നമൊക്കെ കാണും. സ്വപ്നമൊക്കെ കണ്ടോ? ഇനി എന്തായാലും എന്റെ ആങ്ങളയുടെ മോള്, അവളായിരിക്കും ഈ വീട്ടിലെ മരുമോള്. നടന്നത് തന്നെ. എന്താ നിങ്ങളുടെ പെങ്ങടെ മോളെ പോലെ കോങ്കണ്ണൊന്നുമില്ലല്ലോ. എന്താ സത്യല്ലേ? രണ്ടുപേരും ഒച്ച വെക്കലോ നിർത്തോ? ഞാനൊന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. അതിന് നിന്നോട് ആരാ കഴിക്കണ്ടെന്ന് പറഞ്ഞ? നീ കഴിച്ചോടാ. എന്താ മൂളിപ്പാട്ടൊക്കെ? മര്യാദക്ക് നിക്കുന്നില്ല. ഒരു
ഇന്ന് കുറച്ച് ഓവറാണല്ലോ. ഉറങ്ങാൻ ഇത്രയൊക്കെ റെഡി ആവണോ? എടീ മരതകം, ചെറുക്കനെന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്തേ അവൻ സന്തോഷിക്കുന്നതുകൊണ്ട് സഹിക്കുന്നില്ല നിങ്ങക്ക്? ഇന്ന് നീ സ്വപ്നത്തിൽ വരുമ്പോ കൊറേ നേരം നമുക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കണം. ഇവൻ എന്താ ഈ പറയുന്നേ? എന്തോന്നാടാ ഈ കാണിക്കുന്നേ? ഓ കഷ്ടം. ചാച്ചൻ കണ്ടല്ലോ, നാളെ കിട്ടും. അതെ, ഇനി മുതൽ നിന്റെ കിടപ്പൊക്കെ എന്റെ കൂടെ മതി. എന്ത് വിവരക്കേടാ ഈ പറയുന്നേ? വിവരക്കേടൊന്നും അല്ല, ഇനി മുതൽ അവൻ നമ്മുടെ കൂടെയാ കിടക്കുന്നേ. ഇതിപ്പോ എന്തിനാ പുതിയ ശീലങ്ങളൊക്കെ? അയ്യോ വിവരം കേട്ട സാധനം. എടാ സന്തോഷേ, ഇങ്ങോട്ട് വാടാ. പോവാച്ച, ഞാൻ വരുന്നില്ല. പറയുന്നേക്ക്, ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നുള്ളൂ. തനിച്ച് കിടക്കുന്നവരെ ഇവിടെ വിളിച്ച് കിടത്തുന്ന എന്തിനാ? ആര്? ഇവനാണോ തനിച്ച് കിടന്നുറങ്ങുന്ന ആള്? നീ വരുന്നുണ്ടോ ഇല്ലയോ? ഈ അച്ഛനെ കൊണ്ട് വലിയ തൊല്ലയാണല്ലോ. പോത്തുപോലെ വളർന്ന ചെക്കനെ ഇവിടെ വിളിച്ച് കിടത്താൻ നിങ്ങൾക്ക് നാണമില്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. പറഞ്ഞു കൊടുക്കാമേ. അതെ, ഇവൻ ഇവിടെ കിടന്നാ ഞാൻ എവിടെ പോയി കിടക്ക? എല്ലാവർക്കും ഒരുമിച്ച് ഇവിടെ കിടക്കാം. ഉവ്വ, കിടക്കടാ. എന്റെ ഈശ്വരാ, ഇന്ന് നീ എങ്ങനെ സ്വപ്നം കാണുന്നു അറിയണം. കാണാം കാണാം. ഇന്നും എന്റെ സ്വപ്നത്തിൽ അവള് വന്നാ മതിയായിരുന്നു. വേഗം ഉറങ്ങാം. കിടന്നുറങ്ങി, ഇനി നമുക്ക് ഉറങ്ങാം. എന്താ വരാത്തെ? എഴുന്നേറ്റ് മുറി പോയി കിടക്കാം. ഇത് കയ്യോ അതോ JCBയോ? കാണുന്നില്ലല്ലോ. എത്തി. എന്താ വരാൻ പറ്റാത്ത? വീടില്ലടാ, വീടത്തില്ല. ഇങ്ങോട്ട് വാ. വിടാൻ പോകുന്നില്ല. വാ, ഒന്ന് വീടച്ച. മര്യാദക്ക് വാടാ. വരാൻ ഞാൻ എന്റെ മുറി കിടന്നു. അഭ്യാസം. അമ്മ ഒന്ന് വിടാൻ പറഞ്ഞു. അയ്യോ, എന്റെ നടുവ് പോയേ. മാറിക്കിടക്കോ. അയ്യോ, ഇങ്ങനെ ഒരു മനുഷ്യനാണല്ലോ എനിക്ക് കിട്ടിയത് എന്റെ ഈശ്വരാ. അയ്യോ, ഒന്ന് അലറാതിരിക്കടി. അയ്യോ, രണ്ടെണ്ണത്തിന്റെ ഇടയിൽ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന എന്റെ ഒരു അവസ്ഥ. കിടക്കടാ. സമയം കുറയല്ലോ. ഇതുവരെയായിട്ട് വരാത്തെന്താ? ഹായ്. എന്റെ പേര് സന്തോഷ്. തന്റെ പേരെന്താ? ദിവ്യ. എനിക്കൊരു പ്രൈവറ്റ് കമ്പനിയിലാ ജോലി. നീയോ? ഞാനോ? അച്ഛൻ കോൺസ്റ്റബിള്, അമ്മ ഹൗസ് വൈഫ്. തന്റെ ജോലിയൊക്കെ? നന്നായി പോകുന്നു. നീ പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടുപിടിക്ക്. എന്റെ വീട്ടിൽ കല്യാണാലോചന ഒരുപാട് വരുന്നുണ്ട്. ശരി, ഞാൻ പോവാ. ഞാൻ പോട്ടെ. ഏയ്, എനിക്കില്ലേ. എന്താ?
എന്താ കാണിക്കുന്നത്? മരതകം ഒന്നിടി ഇവിടെ പിടിച്ച് മാറ്റി. എന്താ കാണിക്കുന്നത്? വിടാനാ പറഞ്ഞേ. അയ്യോ ഇടി മരതകം ഒന്ന് പിടിച്ച് മാറ്റി ഇവനെ. എടാ എന്നെ വിടറാ, എന്നെ ഒന്ന് വെറുതെ വിടറാ. എന്തൊക്കെ ഈ കാണിക്കുന്നേന്ന്? എന്തൊരു മനുഷ്യനാണ് നീ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ എന്റെ മുറി കിടന്നോളാന്ന്. നീ മനുഷ്യക്കുഞ്ഞിനെ അല്ലേ പറ്റത്? നിങ്ങളല്ലേ മനുഷ്യ ഒരുമിച്ച് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞേ. ഈശ്വര, ഇന്നത്തോടെ നിർത്തി. നീ നിന്റെ പാട് നോക്കി എവിടാന്ന് വെച്ചാ പോയി കിടന്നു. നിന്റെ മുറി പോയി കിടക്ക്. പോ. ഈശ്വര, പറഞ്ഞാ മനസ്സിലാവും. എവിടെങ്കിലും പോ. എടി അതെ, ഈയിടെയായിട്ട് നമ്മുടെ മോന്റെ പോക്ക് ശരിയല്ല. എനിക്കും തോന്നുന്നുണ്ട്. ആരെങ്കിലും ഇനി കൂടത്തരം വെച്ചതായിരിക്കോ? അതെ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് ആര് കൂടോത്രം ചെയ്യാനാ? നിനക്ക് തമാശയല്ലേ? ഞാനൊരു തീരുമാനം എടുത്തു. നാളെ ഒരു സാമീനെ വിളിച്ചു വരുത്തണം. ഇതാണ് മോളെ അജയ് സാറിന്റെ ഓഫീസ്. മോക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യേ, ഇല്ലെങ്കിൽ മോള് വിളിച്ചാൽ മതി. ചേട്ടൻ വന്ന് മോളെ കൂട്ടിട്ട് നോക്കണം കേട്ടോ. ഓക്കേ, ബൈ. ബൈ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഐ എം ഡയന. ആ മനസ്സിലായി. കുട്ടി തന്നെയല്ലേ ഇന്നലെ ബയോഡാറ്റ എനിക്ക് മെയിൽ ചെയ്തത്? ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ സാറിനോട് ചോദിക്കട്ടെ. ഓക്കെ മാഡം. ഹലോ സർ, ന്യൂ അപ്പോയിന്റ്മെന്റിനായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അകത്തേക്ക് വാ. സർ. കം ഇൻ. സർ, ഇത് ഡയന, ന്യൂ അപ്പോയിന്റ്മെന്റ്. നമസ്കാരം സർ. വെരി നൈസ്. സർ, ഫയൽസ്. ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ? യെസ് സർ, പറഞ്ഞു കൊടുത്തു. എഗ്രിമെന്റ്സ് സൈൻ ചെയ്യിച്ചോളൂ. ഓക്കെ സർ. താങ്ക് യു സർ. വെൽക്കം. ആള് കൊള്ളാം. ഭാഗ്യം. എന്താണ് ഒരു പേന തന്നെ. പേന എടുത്തോ. ചേട്ടാ ഫോൺ നിർത്ത്. താങ്ക്സ്. അളിയ എന്തായി? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ ഫോൺ ശരിയാക്കി വെച്ചിട്ടുണ്ടോ? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ എടുത്തുക. വായ നോക്കി കഥ വേഗം എടുക്കടാ. ഒരു ചെറിയ പ്രോബ്ലം കൂടെ ഉണ്ട്. നാളെ തന്നാ മതിയാ? നാളെ എന്റെ ഫോൺ എന്റെ കയ്യിൽ കിട്ടണം. ഇല്ലെങ്കിൽ നിന്റെ പല്ലെന്റെ കയ്യിലുണ്ടാവും. അപ്പൊ ഞാൻ നാളെ വരാം. അതെ മച്ചാനെ, നീ എന്റെ കൂടെ വാ. എങ്ങോട്ടടാ? എന്റെ ദേവതയെ കണ്ടുപിടിക്കാൻ. വായിലിങ്ങനെ വെറുതെ നീ കേൾക്കാൻ നിൽക്കണ്ട. ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ലവ് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുക. നീ സ്വപ്നത്തിൽ കണ്ട ഏതോ ഒരുത്തിയുടെ പുറകെ കവിതയും പാടി ഇങ്ങനെ നടക്കുക. ചില സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുമെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് മച്ചാനെ. ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നീ കിടന്ന് അലഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ അത്ര മാത്രമേ പറയാനുള്ളൂ. എന്റെ പൊന്നു മച്ചാനെ, നീ പറയുന്ന കേക്ക്. ഞാനും അവളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്റെ പൊന്നളി, എന്നെ വിട്ടേക്ക് ഞാനില്ല. നീ വരുന്നില്ലെങ്കിൽ വേണ്ട. എന്റെ ദേവതയെ കണ്ടുപിടിക്കാനായിട്ട് എനിക്കറിയാം. സന്തോഷ്, എന്താ ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വാടാ. ശരി, വരാം. പോടാ, ചെന്ന അച്ഛനും മോനും കൂടെ ദേവതയെ അന്വേഷിക്കേട്ടാ. നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം ഒന്ന് പുറത്തു നിന്ന്. ശരി സ്വാമി, വാ എഴുന്നേക്കടി. അതെ സ്വാമി, ഈ മന്ത്രവടിയും തലയോട്ടൊന്നും കൊണ്ടുവന്നില്ല? ഞങ്ങൾക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? കമ്പ്യൂട്ടർ യുഗമല്ലേ? അത് കൊള്ളാം. എന്തായാലും എന്നെ കണ്ടാ തന്നെ പ്രേതം പേടിച്ച് വരണ്ടോടും. നമുക്ക് നോക്കാലോ, പ്രേതാണ് ഓടുന്നത് താനാണ് ഓടുന്നതെന്ന്. ജയ് കാളി ശക്തി മഹാമായി. ഓം ഓം ഫട് സ്വാഹ. ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. 10 മിനിറ്റ് കണ്ണടച്ച് സമാധാനമായിട്ടിരുന്നു. ഓം കാളി മഹാകാളി. ഓം ഓം ഫട് സ്വാഹ.
ഭദ്രകാളി മഹാ കടലിനേക്കാളും ആഴമുണ്ട് അതിന്. പിന്നെ വെറുതെ പറയല്ലേ, ഭൂമിയേക്കാളും നീളമുണ്ട് അതിന്. കള്ളം പറയാ. പടാ, നിനക്ക് എപ്പോ നോക്കിയാലും തമാശയാ. ഏയ് ദേഷ്യ? അതെ. ഏയ് ദിവ്യ, ഞാനൊരു സാധനം തരട്ടെ? എന്താണാവോ? ഉമ്മ. അവിടെ ഇരുന്ന് എങ്ങനെ തരാനാ? അങ്ങോട്ട് വന്നാ പോരെ? അടുത്തേക്ക് വാ. വാ, പോരെ. കുറച്ചുകൂടെ അടുത്തേക്ക് വാ. വക്രകാളി അയ്യോ, അടുത്ത് വന്നിരിക്കേ. മഹാകാളി രുദ്രകാളി. ഓക്കെ, ഇപ്പൊ താ. നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് അനുഭവം കിട്ടിയപ്പോ മനസ്സിലായി. എനിക്ക് കൺഫേം ആയിടാ. മാറിയിടാ, മാറിയിടാ അങ്ങോട്ട്. അടുത്ത 10 മിനിറ്റ് ഞാൻ മന്ത്രം ചൊല്ലുന്നവരെ മിണ്ടാതാ മൂലയ്ക്ക് വരുന്നോ. നീങ്ങിരിക്കടാ, കുറച്ചുകൂടെ നീങ്ങിരടാ. എന്റെ അടുത്താണോ നിന്റെ കളി? മന്ത്രം ചൊല്ലി തീരുന്നവരെ മിണ്ടാതെ വിടുന്നോണം. കണ്ണടച്ചുമിണ്ടായിരുന്നോ? കണ്ണടക്കടാ. കണ്ണടച്ചിരിക്കാൻ പറഞ്ഞപ്പോ പുളി കണ്ണിട്ട് നോക്കുന്നല്ലേ. ഓം ഹ്രീം ഹും ക്രീം സ്വാഹ. ഒന്ന് പോയേ. ദേ, ഇനി എന്നെ പിച്ചി കഴിഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. എന്ത് ചെയ്യും? ഞാനും പിച്ചട്ടെ? ഒന്ന് ചെയ്ത് കാണിച്ചേ. ഞാനും പിച്ചു. ഞാനും പിച്ചു. ഞാൻ വീണ്ടും പിച്ചു. ഞാനും പിച്ചു. എനിക്ക് ഇനി എനിക്കിതാ വേഗം. എന്താണ് ഈ കാണിക്കുന്നത്? പോവല്ലേ? എടാ വിട്. നിക്ക്. അയ്യോ അയ്യോ, പോവല്ലേ? എന്റെ മുണ്ട് പറിച്ചെടുത്തു. നന്നായി ഷഡ്ഡി ഇട്ടത്. മോന് വേഗം ഒരു പെണ്ണ് ഇടിച്ചു കൊടുക്കുക. നീ എന്താ കാണിച്ചേ? എന്താ പറ്റിയത്? ആ സ്വാമി ഓടി ഓട്ടം കാണുമായിരുന്നു. ഇനി ഈ പരിസരത്തേക്ക് വരില്ല. ആ സ്വാമിയെ നീ എന്താടാ ചെയ്തേ? പ്രേമിച്ചിരുന്ന സമയം ഇപ്പോഴും മറന്നിട്ടില്ല. നിന്നെയും കാത്തിരിക്കാറില്ല ഞാൻ. മിക്ക ദിവസം ഞാൻ അവിടെ ഇരിക്കാറ്. ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ. ഈ അമ്പലവും മറക്കാൻ പറ്റത്തില്ല. നല്ല ശക്തിയുള്ള പ്രതീക്ഷയെ. ഹലോ. ഹലോ സർ, ഞങ്ങൾ മൊബൈൽ സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ. നിങ്ങൾ വാങ്ങിച്ച മൊബൈലിന് ഒരു പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. എന്താ പ്രൈസ് എന്ന് പറ? അറിഞ്ഞ സമാധാനമായിട്ടിരിക്കാലോ. ഒന്ന് നേരിട്ട് വരുമോ സർ? മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സർ. എന്നെ നേരിട്ട് വരാം. ആ, എന്ത് പ്രൈസ് എന്നാ പറഞ്ഞേ? എന്ത് പ്രൈസ്? ചുമ്മാ തട്ടിപ്പ്. ഇതൊക്കെ എല്ലാവരും ഉടായ്പല്ലേ. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കുന്ന എന്തിനാ? എല്ലാ കടക്കാരും ഉടായ്പ കാണിക്കുന്നു പറയല്ലേ. അപ്പോഴേക്കും ഒരു മെസ്സേജ് അയച്ചല്ലോ. വെറുതെ അവരിങ്ങനെ മെസ്സേജ് ഒന്നും അയക്കില്ലല്ലോ. ഒന്ന് പോയി നോക്കാന്നേ. ഇതാ സർ. ഇതാ സർ. ഹലോ സർ, ഇവിടെ എല്ലാം റെഡിയാണ്. ഞാനിപ്പോ വരാം. ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും കമ്പനിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ 1 രൂപ പോലും ചെലവാക്കേണ്ട ആവശ്യമില്ല. ചെലവുകൾ പൂർണ്ണമായും കമ്പനി വഹിക്കും. ഞങ്ങൾ തന്ന പേപ്പറുകൾ ഭദ്രമായി വെച്ചാൽ മതി. ഞങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിലോ? അതൊക്കെ സ്വന്തം ചെലവിൽ വാങ്ങിക്കണം. ഈ യാത്രയിൽ ലഭിക്കുന്ന താമസത്തിനുള്ള ഹോട്ടൽ, ഭക്ഷണം, പോകുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ എല്ലാം ഫ്രീ ആണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സർ, മൊബൈലിൽ കോള് വരുന്നുണ്ട്. ഹലോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ ഓക്കെ പുറത്തുണ്ടാവും. സർ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ റെഡിയല്ലേ? നിങ്ങൾക്ക് arrange ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ ഈ കാർഡിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. ഓ, താങ്ക് യു. അങ്ങനെ ഹാപ്പി ജേർണി. എവിടെ പോയി? കാണുന്നില്ല. എത്ര നേരം? പന്ത്രണ്ടായ എന്നിട്ടെന്താ വരാത്ത? എന്ത് ഇതുവരെ വരാത്ത? ഒന്ന് വേഗം വാടൂ. ഐ ലവ് യുടാ.
ലവ് യു. ഇത്ര നേരമായിട്ട് കാണാത്തെന്താ? ഒരു മണിയായി, എന്താ ഇതുവരെ വരാത്ത? അച്ഛാ, 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 അച്ഛാ എഴുന്നേക്കച്ഛാ. ഈ വാതിലൊന്ന് തുറക്ക്. അച്ഛാ ഒന്ന് എഴുന്നേറ്റ് വാ. അമ്മേ, അച്ഛാ. ഇവൻ ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലേ? ഈ വാതിലൊന്ന് തുറക്ക്. ഒന്ന് എഴുന്നേറ്റ് വാ അച്ഛാ. എന്റെ പൊന്നുമോനെ എന്നെ കൊണ്ട് പോയാ ഞാൻ ഈ വാതിൽ തുറക്ക് പ്ലീസ് അച്ഛാ. ഞാൻ ഒന്ന് വാതിൽ തുറക്ക് അച്ഛാ പ്ലീസ്. ഞാൻ പുറത്തേക്ക് വരട്ടെ. സമയം കളയാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഒരു കാരണവശാലും തുറക്കുകയില്ല. കൊന്നുകളെ, ഞാൻ മര്യാദയ്ക്ക് തുറന്നോ. എന്റെ പൊന്നുമോനെ ഞാൻ നിന്റെ കാല് പിടിക്കാം. എന്നെ വെറുതെ വിട്ടേക്ക്. നീ പോവാൻ നോക്ക്. നീ ഒറ്റ ഒരുത്തൻ കാരണേ കഴിഞ്ഞ രാത്രി ഞാൻ ഒരുപാട് അനുഭവിച്ചതാ. അത് തന്നെ ധാരാളം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കിടക്കുന്ന കിടപ്പ് കണ്ടോ? വല്ലോ അറിയണോ? അച്ഛൻ വരുന്നുണ്ടോ ഇല്ലയോ? ഒന്നും കിടന്നുറങ്ങി. ഇതിനൊക്കെ സമയവും കാലവും വേണ്ടേ? അച്ഛാ പ്ലീസ് അച്ഛാ ഒന്ന് വന്ന് തുറന്നതാ. എടി മരതകം, ഇയാളെ കൊണ്ട് പ്രായപൂർത്തിയായ ഒരു ചെറുക്കൻ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? കിടന്നുറങ്ങാൻ നോക്ക്. എന്റെ ദൈവമേ. എടി അതിനല്ലടി നീ അവൻ വന്ന് അവിടെ നിൽക്കുന്നു. അതെ, ആ വാതിൽ അങ്ങ് തുറന്നു കൊടുക്ക്. അവൻ ഇവിടെ വന്ന് എന്റെ അടുത്ത് കിടക്കൂടി. ഒന്ന് ആ വാതിൽ തുറന്നു കൊടുക്ക്. നീ എന്നെ കൊലക്ക് കൊടുത്ത് അടങ്ങുമല്ലേ? പോകുന്ന പോക്ക് കണ്ടില്ലേ? ഞാൻ ഇവിടെ കിടന്നുള്ളമ്മ. എന്ത് പറ്റി മോനെ? ഉറക്കം വരുന്നില്ലേ നിനക്ക്? നിനക്കറിയാത്തോണ്ടാ. ഉറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇവന്റെ സ്വഭാവം വേറെയാ. അമ്മേ, ഞാനൊന്ന് ഇവിടെ കിടക്കുന്ന. ശരി മോനെ, ഞാനെന്നാ പുറത്തെങ്ങാനും പോയി കിടന്നോളാം. അവിടെ ഇരിക്കും മനുഷ്യ. നാട്ടുകാരെന്താ നമ്മളെ പറ്റി വിചാരിക്കുക? മോനെ, സമയം 3 മണിയായിടാ. അകത്ത് പോയി കിടന്നുറങ്ങാൻ നോക്ക്. പോ, അമ്മ പറയുന്ന കേക്ക്. ചെല്ലേ, എണീക്ക്. ശരി അമ്മേ. ഇവിടെയാണോ? അവിടെ അവിടെ നിർത്ത്. വാ ഇറങ്ങി വാ. ദേ ഈ ആശുപത്രി തന്നെയാ. ഇറങ്ങി വാടാ. ഒന്ന് പെട്ടെന്ന് വാടാ. എന്താ നീ അകത്തേക്ക് നടക്കുക. ഞാൻ ചോദിച്ചേ. നീ ആദ്യം അകത്തേക്ക് വാ. ഇവൻ എന്താ നോക്കുന്നേ? ഞാൻ നിന്റെ സ്വന്തം ഈ ഭാഗത്തേക്ക് വന്നു പോരുത്. എനിക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്കാ. ഇനി ഇങ്ങോട്ട് വന്നാ കൊല്ലും ഞാൻ. എടാ നിക്കടാ, അച്ഛൻ കൂടെ കൊണ്ടുപോടാ. ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നു. എടാ നിക്കടാ, ഞാനും വരുന്നുണ്ടാ. നിർത്ത്. പയ്യൻ നടന്നങ്ങനെ വന്നാ മതി. വേണ്ട നിർത്തടാ. എടാ ഞാനും വരുന്നടാ, എന്നെ കൂടെ കൊണ്ടുപോടാ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് ഡയന. എനിക്കൊരു ക്ലയന്റിനെ അത്യാവശ്യമായിട്ട് കാണണം. ഈ ഫയല് ചിത്രയുടെ കൊടുത്തേക്ക്. ഓക്കേ സർ. പിന്നെ ഡയന, സർ, ഈ ലാപ്ടോപ്പിൽ ചാർജ് തീരാറായി. ഒന്ന് ചാർജ് ഇട്ടേക്ക്. ഓക്കേ, ഇട്ടേക്കാം സർ. അയ്യോ, താഴെ പോയല്ലോ. എവിടെ പോയി കിടക്കും? ഓ, ഉള്ളിൽ കിടക്കുവാണല്ലോ.
ഫോൺ ഈ താഴെ കിടക്കുന്നത്? നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നും മിണ്ടാതിരുന്നേ നീ. അല്ല വല്ലാത്തൊരു കനം, അതുകൊണ്ട് ചോദിച്ചതാ. ഇന്നവള് തന്നെ സ്വപ്നത്തിൽ വന്നില്ലടാ. ഇല്ലെന്നേ. നീ എന്തിനാണ് വണ്ടി ഇങ്ങനെ വെട്ടിക്കുന്നേ? നീ ഒന്ന് പതുക്കെ പോ. ഞാൻ അല്ലെങ്കിൽ പ്രാന്ത് കയറി ഇരിക്കും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എടാ, ഇത് വണ്ടിയെടാ. എടാ വണ്ടി വണ്ടി നോക്ക്. അമ്മേ. എന്നാ മോ. പിടിക്ക് പിടിക്ക്. പിടിക്കടാ. അമ്മേ. പിടിക്കടാ. പിടിക്ക്. അയ്യോ അയ്യോ. നിനക്ക് വല്ലതും പറ്റിയോടാ? എടാ കയ്യിൽ നിന്ന് ചോര ഒന്നും കണ്ടില്ലേ? അയ്യോ നീ ഒറ്റടുത്തും കാണുന്നുണ്ടോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇനി കിടന്ന് ബഹളം വെച്ചിട്ട് തന്നെ മിണ്ടാതിരിക്കും. എന്തൊരു വേദനയാണെന്നറിയോ? എനിക്ക് പിന്നെ ഭയങ്കര സുഖമാണല്ലോ. അളിയ, ശരീരവേദനയ്ക്കും മനസ്സിന്റെ വേദനയ്ക്കും ഒരേ ഒരു മരുന്നാണ്. ഞാൻ അങ്ങോട്ട് നോക്കിയേ. നിനക്ക് ഇത് മാത്രമാണോ പണി? എടാ ആ കടയിലേക്ക് നോക്കടാ. നല്ല ഐഡിയ. വാം. എടാ ഒരു ദിവസം അവള് നിന്റെ സ്വപ്നത്തിൽ വരാത്തതിനാണോ നീ ഇത്ര മൂടോട്ടിരിക്കണേ? എന്താന്ന് മനസ്സിലാവുന്നില്ലടാ. ദിവ്യ എന്റെ മനസ്സിലങ്ങ് കേറിപ്പോയടാ. ഈ നാട്ടിൽ എന്തുമാത്രം പെണ്ണുങ്ങളുണ്ടാ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കേട്ടി സെറ്റിലാവാനുള്ള വഴി നോക്കളെ. ഇതിന്റെ ദിവ്യ അല്ലാതെ വേറൊരു പെണ്ണും നീ ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് കരയല്ലേ? ആണായിട്ട് ജനിച്ചിട്ട് ഇങ്ങനെ കിടന്ന് കരയല്ലേ നാളെ കിടത്താൻ. അളിയ ദേ അങ്ങോട്ട് നോക്കിയാടാ. നീ ഇന്നലെ ഒന്നും സൈൻ ചെയ്തില്ലല്ലോ. എനിക്ക് ഇന്നലെ വയ്യായിരുന്നു സാറേ. ഇവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു കൊടുത്താ കേൾക്കണ്ട. എന്താ നിനക്ക് പറഞ്ഞനുസരിക്കാൻ പറ്റില്ലേ? സർ ആ നമസ്കാരം. എന്താ കൊച്ചേ? ഇൻസ്പെക്ടർ ഒന്ന് കാണാം. ആദ്യം കാര്യം പറ. കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി. ഇൻസ്പെക്ടർ അല്ല, ഇവിടെ ഇപ്പൊ ഹെഡ് കോൺസ്റ്റബിൾ മാത്രമേ ഉള്ളൂ. സാറാത്തുണ്ട്, പോയി കണ്ടോ. ഓക്കെ, താങ്ക് യു സർ. ഉറപ്പായിട്ട് ഞാൻ വന്നേനെ. നിനക്ക് കൊള്ളാം. സർ നമസ്കാരം. പറയാമോളെ. എന്റെ പേര് ഡയാന. അവിടെ ഇരിക്കേ. വേണ്ട, കുഴപ്പമില്ല. ഞാനൊരാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നതാ. അതിനെന്താ, ധൈര്യമായിട്ട് തന്നോളൂ. അവനെ കൈയോടെ പിടിച്ചോണ്ട് വന്ന് കൂം പിടിച്ച് വാട്ടി ലോക്കപ്പിൽ ഇട്ടില്ലെങ്കിൽ മോള് കണ്ടോ? സർ, ഞാൻ പറയാൻ പോകുന്ന ആള് സാധാരണക്കാരനല്ല. ആരായാലും എനിക്കെന്താ, പറയേ. ആളുടെ പേര് അജയ് എന്നാണ് സർ. ആര്? അജയ് ഗ്രൂപ്പ് കാർസിന്റെ മുതലാളിയാണോ? അതെ സർ. ദേ മോളെ, അയാളൊക്കെ എത്ര വലിയ VIP ആണെന്നറിയോ? ഇവിടെയുള്ള എത്ര പേരെ അദ്ദേഹം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നറിയോ? സർ, അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാനൊരു കാര്യം പറയാം മോളെ, ഒരു കംപ്ലൈന്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ആ, എവിഡൻസ് ഉണ്ട്. ഞാനത് കൊണ്ടുവന്നില്ല. അപ്പോ ആദ്യം അത് കൊണ്ടു. ഓക്കെ സർ. അജയ് സാറിന്റെ ഓഫീസിലെ പെൺകൊച്ചാണല്ലോ ഇത്. ഇവിടെ വന്നതിന്റെ കാര്യം എന്താ? സാർ നമസ്കാരം. എന്താടോ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ഒരു കാര്യം പറയണ്ടായിരുന്നു. നേരിട്ട് കണ്ട് സംസാരിക്കാൻ മാത്രം പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു പെൺകൊച്ച് സാറിന്റെ പേരിൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്താ കംപ്ലൈന്റ്? അതെ സാർ. ആഹാ. കുറെ നേരം സാറിനെ കുറിച്ച് എന്താ സംസാരിക്കുന്നുണ്ടായിരുന്നു. പേരെന്താന്നാ പറഞ്ഞേ? പേരെനിക്ക് അങ്ങോട്ട് നൈനാ പറഞ്ഞു സാർ. അവളോ? സാറേ, അവള് ഹെഡ് കോൺസ്റ്റബിളിനോട് സംസാരിച്ചുകൊണ്ടിരുന്നേ. ആഹാ. എന്താ പറഞ്ഞേ? അതറിയില്ല, എന്തോ എവിഡൻസ് ആയിട്ട് വരാന്ന് പറഞ്ഞു. എവിഡൻസോ? ശരി, ഞാൻ നോക്കിക്കോളാം. താൻ വയ്ക്കോ. താങ്ക് യു സാർ. കുമാറേ, താൻ എവിടെയാ? വേഗം പോ.
ചവിട്ടി വിടടാ. വിടരുത്, വിടരുത് അവിടെ. അവളുടെ നെഞ്ചത്തേക്ക് കയറ്റി ഇറക്കടാ. വേഗം വിട്. അവളെ കൊന്നുകളടാ. വിട്, വിട്. ചവിട്ടി വിടടാ. വേഗം വിളിക്കടാ. വേഗം വേഗം കയറ്റി ഇറക്കടാ അവളുടെ നെഞ്ചത്ത്. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഇനി ഈ സ്റ്റേഷൻ ലിമിറ്റില് ഒരു ക്രൈമും നടക്കാൻ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാ ആക്ഷൻ എടുക്കാൻ ഞാൻ മടിക്കില്ല. അണ്ടർസ്റ്റാൻഡ്? കുമാരൻ സർ. ഡയനയുടെ ഫയൽ എടുത്തിട്ട് അകത്തേക്ക് വാ. ഓക്കെ സർ. സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലടാ. നീ ഇതെന്തൊക്കെയാ പറയണേ? കല്യാണം കഴിക്കുന്നു പറഞ്ഞ് പിന്നാലെ നടക്കുകയല്ലേ. എന്നാ പിന്നെ കല്യാണം കഴിച്ചേക്കടാ. മനസ്സിൽ ഒരുത്തിനെ വെച്ചിട്ട് വേറൊരു പെണ്ണിനെ എങ്ങനെയാണ് കെട്ടാ? അതിലും ഭേദം വല്ല സന്യാസിയാവുന്നതാ. എടാളിയാ, സന്യാസി എന്ന് പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കാര്യം എന്താന്ന് പറ. നമ്മുടെ മലയുടെ താഴ്വാരത്തെ ഒരു സാമിയാരുണ്ട്. നമുക്ക് പോയി കണ്ടാലോ? പോടാ. ഡാ, അങ്ങനെ പറ്റി നിനക്ക് അറിയാത്തോണ്ടാ. അറിയാൻ താല്പര്യമില്ല. നീ വിചാരിക്കുന്ന പോലെ ഒരു കപടസ്വാമിയൊന്നും അല്ല അയാള്. പിന്നെ കല്യാണത്തെ പറ്റിയുള്ള കാര്യങ്ങളും അറിയാം, ദിവ്യയെ പറ്റിയുള്ള കാര്യങ്ങളും നമുക്കറിയാം. എടാ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നീ കൂടുതലൊന്നും മൊഴിയണ്ട. നീ വന്നേ. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലം തന്നെയാണല്ലോ ഇത്. നീ ഇത് എങ്ങോട്ട് കേറിപ്പോണേ? ഇതേ നന്ദിയെ തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ട്. ഇവിടെ തന്നെയല്ലേ അവള് പ്രാർത്ഥിക്കുന്നത്. അതേ വഴി. എന്താടാ? അതെ, ഒരു സംശയമില്ല. അതേ പടി. എല്ലാം അതുപോലെ തന്നെ ഉണ്ടല്ലോ. നീ എങ്ങോട്ടേക്കോ? അതെ, ഈ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ ഇതേ സ്ഥലം തന്നെയാ. ദിവ്യ! ദിവ്യ! നിനക്കെന്താ പ്രാന്തായ? എന്റെ ദിവ്യയുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിച്ചടാ. വിട്ട നീ താഴെ ഇറങ്ങി. എടാ, എന്റെ ദിവ്യ വരുന്ന സ്ഥലം ഇതാടാ. ഇവിടെ അവളെ പ്രാർത്ഥിക്കാറ്. അതേ പടികള്. എന്റെ ദിവ്യ ശരിക്കും ഉണ്ടടാ. ഈശ്വര, ദിവ്യ എത്രയും പെട്ടെന്ന് എനിക്കൊന്ന് കണ്ടുപിടിച്ചതാ. അല്ല, തന്നെ ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തതിന്റെ കാര്യം എന്താ? എല്ലാവർക്കും അസൂയ സാറേ. എന്താ അസൂയ? പിന്നല്ലാതെ നിങ്ങളെപ്പോലെ VIPസിന്റെ ഒക്കെ വിശ്വസ്തനല്ലേ സാറേ ഞാൻ. അനിയ, ഞാനിവിടെ ഇല്ലേ? നീ എന്തിനാ മേടിക്കുന്നത്? നമ്മുടെ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാന്നേ. അത് ശരിയാ. അതിന് എത്ര ചെലവാക്കേണ്ടി വന്നാലും സാരമില്ല. എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ല, ഇപ്പോഴത്തെ പുതിയ സേകനുണ്ട്. അനിയ, പുതിയ യൂണിഫോം അല്ലേ, കുറച്ച് തിളക്കമൊക്കെ ഉണ്ടാവും. അത് സാരമില്ല. 2 തേപ്പ് കഴിയുമ്പോ ഒഴിക്കടാ.
ഒഴിക്കാൻ. ഹലോ സാർ ഇത് ഞാനാ കുമാരനാ സംസാരിക്കുന്നത്. എന്താടോ കുമാര പറയേ. സാർ എന്റെ മോൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വെറുതെ ഇരിക്കുക. ഒരു ജോലി എന്തെങ്കിലും കൊടുക്കുമായിരുന്നെങ്കിൽ. അതിനിപ്പോ എന്താടോ, താനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? മോനോട് എന്നെ ഒന്ന് കാണാൻ പറ. താങ്ക് യു സാർ. ശരി, ഓക്കെ ഓക്കെ. അടിപൊളിയാണ് സാറേ. നല്ല ഒന്നാം തരം സാധന അടിച്ച് സെറ്റായി പോയി ഞാൻ. സാറേ മറന്നു കളയല്ലേട്ടോ, വല്ലപ്പോഴൊക്കെ എന്നെ വിളിക്കണേ. പാർട്ടി വെക്കുമ്പോ നിന്നെ വിളിക്കാതിരിക്കുവോ പിന്നെ? അതെ, എന്റെ ആങ്ങളയുടെ മോളെ വേണ്ടെങ്കിൽ വേറെ നമുക്കൊന്ന് ആലോചിച്ചാലോ? അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഗുണമുള്ള കാര്യം നീ ഇപ്പഴാ പറഞ്ഞു. അമ്മേ, പെണ്ണ് കാണണം മണ്ണ് കാണണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തുടങ്ങിയാലുണ്ടല്ലോ, ഞാനിവിടെ നിന്ന് ഇറങ്ങി ഓടുവേ. നീ എവിടെ വരെ ഓടും? ശരി, എന്നാ നീ ഓട്. നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കല്ലേ. ഓരോ കോപ്രയും കാണിച്ചോണ്ട് പോയേ. നമസ്കാരമുണ്ട്. വാ വാ, കാത്തിരിക്കുവായിരുന്നു. ഇരിക്കേ. നിങ്ങളെ കുറിച്ചാ സംസാരിച്ചോണ്ടിരുന്നത്. അല്ല, മോന്റെ ഫോട്ടോ തന്നു പെണ്ണിനെ നോക്കാൻ പറഞ്ഞിട്ട് ഒരു വിവരമില്ലല്ലോ. പെണ്ണ് വീട്ടുകാരുടെ കയ്യിൽ ഞാൻ ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്തെങ്കിലും പറയാതെ നമ്മൾ എന്ത് ചെയ്യാനാ? അത് പോട്ടെ, തന്റെ വേറെ വല്ല പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ടോ? പുതിയ കുറച്ച് കുട്ടികളുണ്ട്, കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. നീ താ ഈ കൊച്ചിവന് ചേരും. മരുതകം, ഈ പെക്കം ചെക്കനുണ്ട് നോക്കി. നല്ല കുട്ടിയാ, അവനെ കൂടി ഒന്ന് കാണിച്ചു കൊടുക്ക്. നോക്കടാ, അച്ഛൻ തന്നെ നോക്കിയാ മതി. ഈ പെക്കുഞ്ചിനെ എപ്പോഴാ കാണാൻ പറ്റുക? നാളെ തന്നെ പോയി കണ്ടേക്കാം. ശരി, ഓക്കെ. അപ്പൊ ഞങ്ങൾ നാളെ വരുമെന്ന് പറഞ്ഞേര്. ആയിക്കോട്ടെ, ഞാൻ അറിയിച്ചേക്കാം അവരെ. ശരി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി, നാളെ കാണാം. അതെ, ഇപ്പൊ എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം എന്തിനാടാ കഴിക്കുന്നത്? കല്യാണം കഴിച്ച നിങ്ങൾക്ക് എന്നത് അറിയില്ലേ? ഇതുകൊണ്ടാ പറഞ്ഞത് എന്റെ ആങ്ങളുടെ മോളെ കല്യാണം കഴിക്കാന്ന്. ഒന്നും മിണ്ടായിരിക്കടി. നിന്റെ തീരുമാനം എന്താണെന്ന് പറ. അത് ഞാൻ പറഞ്ഞതല്ല, എന്റെ സ്വപ്നത്തിൽ വരുന്ന പെൺകുട്ടിയെ മതിയെന്ന്. എന്നാ പിന്നെ അഡ്രസ് പറയേ. അതെനിക്കറിയില്ല. 2 ദിവസം എന്റെ സ്വപ്നത്തിൽ വന്നില്ല. അവളെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? സന്തോഷ്, ദിവ്യ, ഇവിടെ ഇരിക്ക്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. സൂക്ഷിച്ചു വാ. നീ നോക്കിയെടുക്കും. ദിവ്യ, ഇത് എവിടേക്കാ? വാ, ഞാൻ പറയാം. നമുക്ക് അവിടെ പോയിരുന്ന് സംസാരിച്ചാലോ? വാ പോവാം. വാ, തെന്നലുണ്ടേ. നീ നോക്കി നടക്ക. എന്താ ഇങ്ങനെ നോക്കുന്നേ? നോക്കണം തോന്നി, അതുകൊണ്ട് നോക്കി. എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്തിന്? നിന്റെ സ്വപ്നത്തിൽ ഞാൻ വന്നില്ലല്ലോ, അതുകൊണ്ടാണോ? അതെ, ദേഷ്യ. സോറിടാ, എനിക്ക് വരാൻ പറ്റില്ല. 2 ദിവസം എന്നെ കാണാതിരുന്നിട്ട് എനിക്ക് എന്താ പറ്റിയെന്നറിയോ? എന്താ പറ്റി? സന്തോഷേ, എണീക്കടാ. സമയം 9 കഴിഞ്ഞു. വീണ്ടും കിടന്ന് ഉറങ്ങുവാണോ നീ? എഴുന്നേക്ക്. രാത്രി മുഴുവൻ നാട് ചുറ്റി നടക്കും, കാലത്ത് കിടന്ന് ഉറങ്ങും. ഒന്ന് എണീക്കാൻ. 9 മണിയായോ? അപ്പൊ എന്റെ ദിവ്യ? ആരാടാ ദിവ്യ? അതെന്റെ ദേവതയാ. വന്നില്ല അല്ലേ? ഇല്ലമ്മേ. വേറെ വല്ലവന്റെ കൂടെ പോയിട്ടുണ്ടാവൂടാ. എന്തു പറ്റി? ദിവ്യ അങ്ങനെ ഒരു കുട്ടിയല്ലമ്മേ. അച്ചോടാ, ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ. ശരി, എഴുന്നേറ്റ് കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. വാ. അമ്മേ, എന്താടാ ഈ പേസ്റ്റ് ഒന്ന് ഉപ്പിന്റെ ടേസ്റ്റ്? ഇത് ചൊറിച്ചിൽ മാറ്റാനുള്ള ഓയിൽമെന്റ്. ഇതിട്ട് പല്ല് വെച്ചാൽ എന്താ ചെയ്യാ? ഒരു ബോധം ഇല്ലാണ്ട് ഇങ്ങനെ. എന്റെ ദൈവമേ, എന്നിട്ട് സന്തോഷ്
എന്താ അതെ, വൈകുന്നേരം കുറച്ച് നേരത്തെ വന്നേക്കണേ. എന്തിന്? നിന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞിരുന്നു. ആദ്യം അച്ഛനോട് നല്ലൊരു ഡോക്ടറെ പോയി കാണാൻ പറ. എന്താ മോനെ? കണ്ടില്ലേ, എന്റെ ചെട്ടി ഇട്ടുണ്ടാ പോയത്. ഇത് നിന്റെ അച്ഛന്റെ റൂമാ. നിന്റെ റൂമിൽ പോയി നോക്ക്. കാലത്ത് എഴുന്നേറ്റാ തുടങ്ങിക്കോളൂ. എടാ, അത് കഴുകിയിട്ടില്ലടാ. എന്താ നോക്കണേ? കഴിഞ്ഞു? അതോ ഇനിയും കഥയുണ്ടോ? ഇനിയുണ്ട്. അമ്മേ, ഞാൻ ഇറങ്ങാം. അയ്യോ, എന്റെ മോനെ കാണാൻ ഇപ്പൊ എന്ത് ഭംഗിയാ. സത്യമാണോ? അതേടാ, അത്ര നല്ലതാ? നിന്റെ ശരിക്കും? സൗന്ദര്യം അകത്ത് സത്യം? പോയിട്ട് നോക്കാം. വാ, നടക്ക്. വലിക്കില്ല, വര. വാട്ട് മമ്മി? നീ നിന്റെ മോന്റെ ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയേ. ഓ, എങ്ങനെയുണ്ട്? ഈ കോലത്തിലെങ്ങും ഇറങ്ങി പോയേക്കല്ലേ. ഡ്രസ്സ് മാറ്റിട്ട് പൊക്കോളൂ, വേഗം ആവട്ടെ. ഞാൻ ഇത്രയും സുന്ദരനായിരുന്നു? സന്തോഷ്, വീട്ടുകാരെന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. പേടിക്കണ്ട, ഞാനതിന് സമ്മതിക്കാനേ പോകുന്നില്ല. എന്റെ വീട്ടിലും ആലോചിക്കുന്നുണ്ട്. എന്നാ എന്റെ കാര്യം നിനക്ക് പറഞ്ഞൂടെ? ഇതുവരെ നേരിൽ കാണാത്ത ഒരാളെ കുറിച്ച് ഞാൻ അവരോട് എന്താ പറയാ? നിന്റെ അഡ്രസ് പറ, ഞാൻ അച്ഛനെ അമ്മയും കൂട്ടി വരാം. എന്തു പറ്റി ദിവ്യ? നീ എന്തിനാ കരയുന്നത്? ശരിക്കും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? എന്റെ ജീവനാണ് നീ. ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്യോ? നീ പറഞ്ഞു ഇവിടെ ചാടി ചാവാനും ഞാൻ തയ്യാറാ. അങ്ങനെ ചാവേണ്ടത് നീയല്ല. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നവനെ നീ കൊല്ലണം. ഞാൻ പറയുന്നവനെ നീ കൊല്ലണം. ഞാൻ പറയുന്നവനെ നീ കൊല്ലണം. കൊല്ലാനോ? സന്തോഷ്, എന്താ? ഒരു ചെറിയ ഉപകാരം ചെയ്തു തരണം. നീ ഈ അഡ്രസ് ഉള്ള സ്ഥലത്തേക്ക് നീ ഒന്ന് പോണം. ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞാ മതി. ഓക്കെ ആണല്ലോ? നീ പോയിട്ട് വാ. മരതകം, ദേ വരുന്നു. നിന്റെ മോനെന്താടി ഇങ്ങനെ? എന്തു പറ്റി? ഈ അഡ്രസ്സിലേക്ക് ഒന്ന് പോവാൻ പറഞ്ഞപ്പോ അഡ്രസ് ഇവിടെ വെച്ചിട്ട് പോയേക്കോ. അവൻ കൊണ്ട് കൊടുത്തിട്ട് വാ. ശരി. ഡാ, ഒന്നവിടെ നിന്നേ. അഡ്രസ് ഇവിടെ വെച്ചിട്ട് പോയിട്ട് എന്താ കാര്യം? ശരി, ഞാൻ പോവാ. ശ്രദ്ധിച്ചു പോണടാ മോനെ. എന്തു പറ്റി? കുറച്ചു നാളായിട്ട് നമ്മുടെ മോന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോടി. ശരിയാ, എനിക്കും കുറച്ചു നാളായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉറങ്ങിയപ്പോഴേ അവൻ നമ്മുടെ അടുത്ത് വന്നാ കിടന്നത്. എന്നാ പിന്നെ നിന്റെ ആങ്ങളയുടെ മോളോട് ഇങ്ങോട്ട് വരാൻ പറ. അവള് വന്നാ ശരിയായിക്കോളും. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണേ. ഓക്കെ മാഡം, സബ്മിറ്റ് ചെയ്തോളാം.
എക്സ്ക്യൂസ് മീ, യെസ്, അജയ് സാറിന് കാണാമല്ലോ. നിങ്ങളാരാ? കോൺസ്റ്റബിൾ കുമാരന്റെ മകൻ. ഓ, കുമാരൻ സാറിന്റെ മോനാണല്ലേ? അതെ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. ഹലോ പറയ് ചിത്ര. സർ, കുമാരൻ സാറിന്റെ മോൻ വന്നിട്ടുണ്ട്. വരാൻ പറ. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. നിന്റെ പേരെന്താ? സന്തോഷ്. എന്താ പഠിച്ചത്? BSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഡ്രൈവിംഗ് അറിയാമോ? ആ, പിന്നെ അറിയാം. നിന്റെ പഠിപ്പിനെ പറ്റിയ ജോലിയൊന്നും ഇല്ലെങ്കിലും അച്ഛൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലല്ലോ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല സർ. അവിടെ ചിത്രയെ പോയി കണ്ടാൽ മതി. ഓക്കെ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സർ. താങ്ക് യു സർ. ഓക്കെ. സാറ് നമസ്കാരം. SI സാറിനെ ഒന്ന് കാണണമായിരുന്നു. അകത്തുണ്ട്, കണ്ടോ? താങ്ക് യു സാർ. സാർ. എന്താടോ? നമസ്കാരം സാർ. സാർ, എൻ്റെ പേര് റോബർട്ട്. മരിച്ചുപോയ ഡയാനയുടെ ചേട്ടനാണ് സാർ ഞാൻ. അങ്ങോട്ടിരിക്കെ. താങ്ക് യു സാർ. കാര്യം എന്താ പറയ്. പേടിക്കാതിരിക്കേ, കാര്യം പറയുതാൻ. എൻ്റെ അനിയത്തി ആത്മഹത്യ ചെയ്തല്ല സാർ, അവളെ കൊന്നു കളഞ്ഞതാ. ഈ പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ തന്റെ? ഒന്നുമില്ല സാർ. പിന്നെ കൊലപാതകമാണെന്ന് എങ്ങനെ ഉറപ്പിക്കുന്നത്? അവള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നോട് പറയാറുണ്ടായിരുന്നു. ജോലി ചെയ്തിരുന്ന എവിടെ? അജയ് ടൂറിസ്റ്റ് സെന്ററിലാ സാർ. താനിപ്പോ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ട് പോയിക്കോ. ശരി സാർ. ഓക്കെ. എന്താ പേടിച്ചു പോയോ? ഞാനേ നിന്റെ മുറപ്പെണ്ണ, മനസ്സിലായില്ല നിനക്ക്? എന്താ കണ്ട ആസ്വദിക്ക? പോടിയോണേ. ചെറുപ്പത്തിൽ ഞാൻ കുറച്ച് തടിച്ചായിരുന്നു, ഇപ്പൊ സ്ലിം ബ്യൂട്ടി ആയില്ലേ. ശല്യം. ഇത്രക്ക് ചാടയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കെട്ടിയെടുക്കുന്നു. എന്താ മോളെ അവൻ പറഞ്ഞേ? അവൻ ഇനി എന്ത് പറയാനാ? ഇനി കവിമോള് പറയുന്നതാ എല്ലാം, അല്ലേ മോളെ? എന്നാ പിന്നെ വൈകിക്കാതെ ജോത്സ്യനെ കണ്ടുകളയാ അല്ലേ? ദിവ്യയോട് അഡ്രസ് ചോദിച്ചപ്പോ കൊല്ലുന്ന കാര്യം പറയുന്നു. ഇവിടുത്തെ അവസ്ഥയാണെങ്കില് അമ്മാവന്റെ മോളെ കെട്ടാൻ പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ ഞാൻ എന്താ ചെയ്യാ? ദിവ്യ. 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 ദേഷ്യാണോ? എന്തെങ്കിലും പറയേ പ്ലീസ്. എന്നെ മറന്നേക്ക്. ഇനി ഞാൻ നിന്നെ കണ്ണെടുത്ത് പോലും വരില്ല. ഏയ്, നിനക്കിത് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? നീ പറഞ്ഞത് നിസാര കാര്യാന്ന് കരുതിയോ? കൊലയാ. അത് തന്നെ. നിന്നെക്കൊണ്ട് ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റോ ഇല്ലയോ? നീ ഇങ്ങനെ വാശി പിടിക്കുന്ന എന്തിനാ? നിന്നെ തൂക്കിക്കൊല്ലോന്നുള്ള പേടി ഉണ്ടാവും അല്ലേ? നിയമമുണ്ടല്ലോ നിനക്ക്. നിയമല്ലേ? അതൊക്കെ കാശുള്ളവന്മാരുടെ പോക്കറ്റിലേ ഉള്ളൂ. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഒപ്പം എന്തിനു ഞാനും കൂടെ ഉണ്ടാവും. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്തിനാ? നിന്നെ വിളിച്ചോണ്ട് വരാൻ എന്റെ വീട്ടുകാർ പറയുന്നത്. അതല്ലെങ്കിൽ കവിതനെ കെട്ടാൻ പറയാ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയും. ഓക്കെ, നീ കവിതയെ തന്നെ കല്യാണം കഴിച്ചോ.
വന്നാട്ടെ വന്നാട്ടെ. അമ്മേ മഹാമായെ എല്ലാം ഭംഗിയായിട്ട് നടത്തി തന്നേക്കണേ. അതെ, ഇതുവരെ ജോത്സ്യന് എത്തിയില്ലല്ലോ. ആ ഗുണം വിളിക്കാൻ പോയിരിക്കല്ലേ, ഇപ്പൊ വരും. ആ, എന്ത് പറ്റി മോളെ? അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ഞാൻ കലക്കണേ. കലക്കാന്നേ. അതെ കേട്ടോ, എല്ലാം ഓർമ്മയുണ്ട്. ആ ശരി ശരി. നമസ്കാരം. ആ നമസ്കാരം. നമസ്കാരം ജോത്സരെ. നമസ്കാരം. എല്ലാം സെറ്റാണ്. കുറച്ച് ലേറ്റ്. അതൊന്നും സാരമില്ല. ജാതകം എടുത്തോളൂ. എല്ലാം ഭംഗിയാക്കി തന്നേക്കണേ. ഇന്നാ. അമ്മേ മഹാമായേ. ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്ന എന്താ? ജാതകത്തിന് പ്രശ്നമുണ്ടല്ലോ. നല്ല ചേർച്ചയുള്ള ജാതകങ്ങൾ ശരിയല്ല എന്ന് പറയിപ്പിക്കുന്നത് എന്തിനാവും? അയ്യോ മോളെ, നീ ഇങ്ങനെ കരയാതെ ഈശ്വരനോട് പ്രാർത്ഥിക്കും മോളെ, എല്ലാം ശരിയാകും. ജോത്സരെ ഒന്നുകൂടെ ശരിക്കൊന്ന് നോക്കിയാട്ടെ. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. ഈശ്വര, ഞാൻ പറഞ്ഞില്ലേ മോളെ. ഇവിടെ സമാധാനായേ. പെട്ടെന്ന് തന്നെ കല്യാണം നടത്താം. ഒരുപാട് സന്തോഷമുണ്ട് ജോത്സരെ. അമ്മേ മഹാമായേ. ഇതാ വെച്ചോളൂ. പൈസ കൊടുക്കേട്ടാ. എന്നാ ഗുണ, ജോത്സരെ കൊണ്ടുവിട്ടിട്ട് വാ. അയ്യോ സാരമില്ല, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. അയ്യോ അതിനൊന്നും ആവശ്യമില്ല, അവൻ കൊണ്ടാക്കും. എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതുപോലെ കൊണ്ടുവിടാൻ ഞാൻ. ശരി വാ, നമുക്ക് ചോദിക്കട്ടെ. ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. താനെന്തിനാ അവിടെ ഞാനതൊക്കെ മാറ്റി പറഞ്ഞേ? നല്ല ജാതകങ്ങൾ എങ്ങനെ മോശം? ഞാൻ എന്തിനാണോ മാറ്റി പറഞ്ഞ പൈസ തന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് കണ്ണേണ്ടല്ലോ. ചോദിച്ചു നോക്കണം തന്നെ. തന്റെ ജാതകത്തിൽ ഇത് ഉണ്ടായിരുന്നോ? ജാതകം നോക്കല് എന്തിനടിച്ച് നീ കേറാ. വിട്ടു 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 വിട്ടു. അവിടെ കിടന്ന് ചാവട്ടെ. സർ കം ഇൻ. വെൽക്കം സർ, വെൽക്കം വെൽക്കം. താങ്ക് യു സർ. സാർ ഇരിക്കെ. താങ്ക് യു സർ. കുടിക്കാനെന്താ ചായയോ കൂൾഡ്രിങ്ക്സോ? താങ്ക്സ്. പറയൂ സാർ, എന്താ വേണ്ടേ? ഒന്നുമില്ല, നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, അതാ ഞാൻ. എന്റെ പേരിലോ? യെസ്. കംപ്ലൈന്റ് തന്ന കക്ഷി ആരാ? നിങ്ങളുടെ ഓഫീസിൽ ഡയാന എന്ന് ആരെങ്കിലും ജോലി ചെയ്തിരുന്നു? ഉണ്ടായിരുന്നു. ആ കുട്ടിയാണല്ലോ ആക്സിഡന്റ് മരിച്ചത്. നിങ്ങളാണ് ആ കുട്ടിയെ കൊന്നതെന്നും പറഞ്ഞ് അവളുടെ ചേട്ടൻ കംപ്ലൈന്റ് വന്നിരിക്കുക. എന്താ സാർ, ഞാൻ സ്റ്റേഷനിലേക്ക് വരണമെന്നാ പറയുന്നത്? ഇപ്പൊ വേണ്ട, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിച്ചോളാം. സാറ് വിളിച്ചാൽ മതി. ഓക്കെ സർ.
എന്നാ പിന്നെ കാണാം. അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. പുതിയ SI ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. കവി, എന്താ ചേച്ചി? ഒന്ന് വന്നേ മോളെ. പറയേച്ചി. മുഖമൊക്കെ എന്താ വാടിയിരിക്കുന്നേ? ഏയ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ. സന്തോഷ് അവന്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹളാണല്ലോ. അതെ ചേച്ചി, സ്വപ്നത്തിൽ ഏതൊരു പെണ്ണ് വരാറുണ്ട് പോലും, അവളെ കല്യാണം കഴിക്കൂന്ന്. ഈ ചെറുക്കൻ ഇത് എന്തിന്റെ ഭ്രാന്താ? എന്തേച്ചി, സ്വപ്നത്തിലുള്ളതൊക്കെ സത്യമായിട്ട് വരുമോ? ചിലതൊക്കെ നടക്കാറുണ്ട്. എന്ന് വെച്ച് എല്ലാം വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. സ്വപ്നത്തിന്റെ പുറകെയൊക്കെ ആരെങ്കിലും പോവോ? അത് പോട്ടെ, ജോത്സ്യരെ കണ്ടിട്ട് എന്തായി മോളെ? ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാ, പക്ഷെ അവൻ സമ്മതിക്കണ്ടേ. ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ? എന്താ ചേച്ചി? ഇങ്ങനെ കിടന്ന് ചിരിക്കാനും മാത്രം ഞാൻ എന്താടി പറഞ്ഞേ? ഐഡിയ പറഞ്ഞു തന്നപ്പോ ചിരിക്കുന്നു. ഇതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യല്ലേ. നീ പോയി കലക്ക് വേണേ. നീ താഴെ വാ, ബാക്കിയൊക്കെ അവിടെ വെച്ച് പറയാം. വേഗം വാ. ശരി ചേച്ചി. കുമാര സാർ, അജയെ പറ്റി പറഞ്ഞേ. സാർ, ഓരോ സ്ഥലത്ത് ഓരോ മൊബൈൽ ഷോപ്പാ. എന്റെ അറിവിൽ ഏകദേശം ഒരു 50 മൊബൈൽ ഷോപ്പെങ്കിലും കാണും. സത്യം പറഞ്ഞാൽ കേരളത്തിലെ തന്നെ വലിയൊരു VIP അജയ് സാറ്. മൊബൈൽ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ജോലിയാ ചെയ്തിരുന്നേ? സാർ, അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. ആരോട് അന്വേഷിച്ചാ അറിയാം? കുമാർ എന്ന് പറഞ്ഞവരുത്തൻ എപ്പോഴും അയാളുടെ കൂടെ ഉണ്ടാവും സാർ. അവനെ ഒന്ന് ചോദ്യം ചെയ്താ. കുമാർ എഴുന്നേക്കടാ. എഴുന്നേക്കാൻ. എന്താടാ നിന്റെ പേര്? കുമാർ. ഡയാനെ കൊന്നു കളഞ്ഞതാരടാ? കൊലയാ? ഞാൻ ആരെന്നറിയാടോ? എന്റെ പവർ എന്താന്നറിയോ? ഇപ്പൊ ഈ നിമിഷം ഞാനൊരു കോൾ ചെയ്താ ഇവിടെ ആര് വന്ന് നിൽക്കുന്നറിയോ? നീ ആരാന്ന് കാണിക്കടാ. എഴുന്നേക്ക്. ചവിട്ട് നിന്റെ. എഴുന്നേറ്റ് നിക്കടാ. എഴുന്നേക്ക്. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അജയും നീയും തമ്മിൽ എന്താ ബന്ധം? നീയായിട്ട് പറയുന്നെങ്കിൽ അത്രയും നല്ലത്. പറയടാ, ഡയനെ കൊന്നത് ആരാണ്? ഇതിനു മുൻപ് അജയ് എന്ത് ജോലിയാ ചെയ്തിരുന്നേ? പറയടാ. ഞാനെല്ലാം പറയാം സാർ, പറഞ്ഞോളാം സാർ. എന്നാ പറയേ. സാർ, അജയ് സാറ് ചെറിയ മൊബൈൽ ഷോപ്പിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്നു വന്നാളാ സാർ. ആ കൊലപാതകത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നെ പറഞ്ഞു പറ്റിക്കാൻ നോക്കിയാ കൊന്നുകളയും പന്നി ഞാൻ. സാർ സാർ സാർ, എന്റെ മക്കളാണ് സത്യം. എനിക്കൊന്നും അറിയില്ല സാർ. എനിക്ക് ആകെ അറിയാവുന്നത് ഇത് മാത്രോ. ഓ സാർ, എപ്പ വിളിച്ചാലും നീ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. ശരി സാർ. എന്നാ പോ. ഇവൻ ഒന്നുകൂടെ പഴുക്കാനുണ്ട്. അച്ഛനോടെ വരുന്ന സമയം ആവുന്നല്ലേ ഉള്ളൂ. ഇതിന് കുറച്ച് വെള്ളം നിറച്ചു വെച്ചൂടെ? കവി, അതില് കുറച്ച് വെള്ളം നിറച്ചു വെക്കും മോളെ.
നോക്കി. എന്താടി നോക്കുന്നേ? ഓടി. ഇപ്പൊ പോവാനൊക്കെ പറയും. കുറച്ച് സമയം കഴിഞ്ഞോട്ടെ. കവി, അമ്മായി അവിടുന്ന് എന്റെ ഫോണൊന്ന് എടുത്തു തരുമോ മോളെ? ആ ശരി. നോട്ടം കണ്ടിട്ടെന്തോ പ്രശ്നമുണ്ടല്ലോ. സ്വപ്നമായിരുന്നോ? ഇവളുടെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ പോലും ചിലപ്പോൾ ദഹിക്കില്ല. എന്റെ അമ്മോ, നീ കഴിച്ചോടാ? ആ കഴിച്ചു. എന്തൊരലച്ചിലായിരുന്നു. അമ്മാവ, പണി കിട്ടിയത് അമ്മാവനായിപ്പോയല്ലോ. അയ്യോ, ഇതെന്താ പറ്റി എനിക്ക്? ഇപ്പൊ ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ? ഒരെണ്ണം കിടക്കുന്ന കണ്ടില്ലേ? അയ്യോ, ഒരു മനുഷ്യൻ ഇവിടെ ഞെരിപിരി കൊള്ളുമ്പോ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ അവള്? എടീ, ആത്മനിയന്ത്രണം കൈവിടരുത് കുമാരാ. എന്താ ചെയ്യണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ലേ ഈ സമയത്തെന്താ ഇങ്ങനൊക്കെ? അയ്യോ, മരതകം, എന്താ പറ്റി? ഇത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതാ. നിന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം? കാര്യം എന്താ? നിങ്ങൾ എന്തിനാ ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? എന്താ നിലാവത്തെ കോഴിയല്ലേ? ഇപ്പൊ ശരിക്കും കോഴി തന്നെയാടി. എന്താ പറ്റി? സഹിക്കാൻ പറ്റുന്നില്ലേ? എല്ലാം കൈവിട്ടു പോയി. വേൽമുരുകാരോഹര, വേൽമുരുകാരോഹര. ഇനി ആ കുമാറ് ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയോ? സാധ്യതയില്ല. അവനങ്ങനെ ചെയ്യില്ല. എന്താടോ കാര്യം പറയേ? എടോ, പോലീസ് കുമാറിനെ പിടിച്ചെന്ന് കേട്ടല്ലോ. കേട്ടതൊക്കെ ശരി തന്നെയാ. തൽക്കാലം ഇടപെടണ്ട. നമ്മുടെ കാര്യത്തിലും സംശയം തോന്നും. അവൻ നമ്മളെ ഒറ്റിക്കൊടുക്കുവോ? താമൃത പേടിക്കാതിരിക്കേ. നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇതിലൊക്കെ ഇറങ്ങിയത്. നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരുത്തനും ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പോവാ അമ്മായി. നിന്റെ തീരുമാനം എന്താടാ? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? വെറുതെ ഈ പാവം കൊച്ചിനെ. ഇവക്കെന്താ പ്രാന്താണോ? നിനക്കാടാ ശരിക്കും ഇപ്പൊ ഭ്രാന്ത്. ഇവള് നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയോ? കവിക്ക് എന്താടാ ഒരു കുറവ്? അച്ഛാ, എനിക്ക് താല്പര്യമില്ല. അമ്മായി, ഞാൻ ഇറങ്ങട്ടെ. പോയിട്ട് വരാമാവ. എടോ കുമാറേ, സാർ, താൻ എന്റെ സകല കാര്യങ്ങളും പോലീസിന്റെ മുമ്പിൽ വിളമ്പിയല്ലേ? അയ്യോ സാറേ, സാറിന്റെ ഉപ്പ് നിന്ന് വളർന്നവനാ ഞാൻ. എന്നെ നിലയിലേക്ക് എത്തിച്ച് സാറ് തന്നെയല്ലേ. എന്റെ ജീവിതത്തിൽ സാറിനോട് ദ്രോഹം ചെയ്യില്ല. എന്റെ മക്കളെ വെച്ച് ഞാൻ സത്യം ചെയ്യാം. പോലീസുകാരുടെ ഒരു അക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വെറുതെ പറഞ്ഞാടോ, എനിക്കറിയില്ലേ തന്നെ.
ദിവ്യ, ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? സന്തോഷ്, ദൈവത്തെ ഓർത്ത് നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ആയിക്കോട്ടെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. താങ്ക്സ് ഡാ. ഞാൻ നിന്നെ എവിടെ വന്നാ കാണണ്ടേ? നീ ചിന്തിക്കുമ്പോൾ ഞാൻ മുന്നിലുണ്ടാവും. ലോകത്തിൽ ഇത്ര ആൾക്കാരുടെ അടുത്ത് നീ എന്റെ സ്വപ്നത്തിൽ വന്നെന്തിനാ? എല്ലാവരുടെയും മുൻപില് അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. അതുപോട്ടെ, ഞാനത് ചെയ്തു കഴിഞ്ഞിട്ട് നിന്നെ എപ്പോ കാണുമെന്ന് പറ. ഞാൻ തന്നെ നിന്റെ മുൻപിൽ വരും. ഉം. സന്തോഷ്, നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമാണ്. ഞാൻ ആരെ കൊല്ലണ്ടേ? നിന്റെ ഓഫീസിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കും. ഞാൻ പറഞ്ഞ ആളെ നീ അപ്പോഴാ കൊല്ലേണ്ടത്. ഹാപ്പി അവിടെ ജോലിക്ക് പറഞ്ഞയച്ച് നിന്നെ ഞാൻ കൊലയ്ക്ക് കൊടുത്തല്ലോ മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. എനിക്ക് സ്വന്തമായിട്ട് ഇനി ഈ ലോകത്ത് ആരാ മോളെ ഉള്ളത്? എനിക്കാരുമില്ല മോളെ. ഇത് ഡയാനയുടെ ഫോണല്ലല്ലോ. അന്ന് അയ്യോ എന്റെ മോളെ ഡയാന, അയ്യോ മോളെ ഡയാന, എന്റെ അനിയത്തിക്ക് എന്താ പറ്റിയെന്ന് ആർക്കെങ്കിലും അറിയോ? ഇന്നത്തെ ബർത്ത്ഡേ VIP എന്ന് പറഞ്ഞാൽ അത് അജയ് സാറല്ലേ? ആളെയാണ് ഞാൻ കൊല്ലണ്ടേ? മനസ്സിലാവുന്നില്ല. ഇയാളെ ഞാൻ എന്തിനാ കൊല്ലുന്നേ? ഇയാളെന്താ ചെയ്ത്? അതിന് ഇയാളും ദിവ്യയും തമ്മിൽ എന്താ ബന്ധം? സുന്ദരിക്കുട്ടി, വെണ്ണിലവേ വെണ്ണിലവേ വിണ്ണை താണ്ടി വരുവായ വിളയാട ചോടി തേവൈ. അച്ഛാ, എന്താ മോളെ? ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം കഴിക്കാൻ നോക്കണേ. ശരി മോളെ. പിന്നെ മോളെ, നമ്മുടെ ബ്രോക്കറെ ഈ ഫോട്ടോ വന്നിട്ട് ദിവസവും കയറി ഇറങ്ങി ചോദിക്കുക. എന്താണ് അവ ചോദിക്കുന്നത്? ഒന്നുകിൽ ഒരു തീരുമാനം പറ, അല്ലെങ്കിൽ ഫോട്ടോ തിരിച്ചു കൊടുക്കാനാ പറയുന്നത്. ഫോട്ടോ കൊടുത്തേക്ക്. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ മോളെ? ഫോട്ടോ എന്റെ കയ്യിൽ തന്നേക്ക്. ഞാൻ കണ്ടിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ? മോളെ ആലോചിച്ച് പറഞ്ഞാ മതി. പോയിട്ട് വാ, സൂക്ഷിച്ചു പോണേ. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ശരി മോളെ. ഹലോ ദേവി, നീ അമ്പലത്തിലേക്ക് വാ. ഓക്കേടി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അവിടേക്ക് വന്നോണ്ടിരിക്കുക. ഓക്കെ, ദേ വരുന്നു. ശരി, ഓക്കെ. ഈശ്വര, എല്ലാം നല്ലപോലെ നടക്കണേ. ഞാൻ ആഗ്രഹിച്ച പോലെ സാധിച്ചേരണേ. എടി ദേവി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയടി. എന്താടി ഇത്ര ലേറ്റ് ആയ? കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ടാ. ചെക്കന്റെ ഫോട്ടോ എടുക്ക, കണ്ട്.
ഞാനിതുവരെ കണ്ടിട്ടില്ല. ഏതാ? വാവ്, കൊള്ളാലോടി ഇവൻ. സൂപ്പർ ആയിട്ടുണ്ട്. ഓടി. ഓ, എന്തൊരു നാണോ പെണ്ണിന്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇവനെ മാത്രമായിരിക്കും. ലവ് ആണോടി? ഒന്ന് പോയടി. അറേഞ്ച് മാരേജാ. എന്തായാലും പയ്യൻ കൊള്ളാം. ഞാൻ ഭയങ്കര ഹാപ്പിയാ. എന്റെ ദൈവമേ, എംടി വിളിക്കുന്നു. ശരി, എനിക്ക് പോവാൻ സമയമായി. ഞാൻ പോവാണേ. ശരിടി. ഹലോ. ആ, ഓക്കെ സർ. ഓക്കെ ഓക്കെ. ആ ദിവ്യ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഹെഡ് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട് എനിക്ക്. ഓക്കെ സർ. ഞാനത് തീർത്തിട്ട് വരാം. ഓക്കെ നീ ആ ഗോവ ഫയലൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്ക്. ഓക്കെ സർ. ചെല്ലേ. ഓക്കെ. വൃത്തികെട്ടവൻ. നല്ലവനായിട്ട് എല്ലാവരുടെ മുമ്പിൽ അഭിനയിക്കോ? ഇതിനു വേണ്ടിയാണല്ലേ തനി സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. താൻ ഇതിനെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇയാളെങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? സർ, നീ ഇവിടെ എന്തെടുക്ക? അല്ല, ഫയൽസ് ഒക്കെ കണ്ടു കാണുമല്ലോ. ഇല്ല സർ, ഞാനൊന്നും കണ്ടില്ല. വെറുതെ കള്ളം പറയരുത്. ഇല്ല സർ, സത്യമായിട്ട് ഞാനൊന്നും കണ്ടില്ല. കണ്ടെന്ന് എനിക്കറിയാടി. സർ, സർ പ്ലീസ് സർ, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? സർ എന്നെ വിട്. 5000 രൂപയുടെ മൊബൈലും വിറ്റ് 50,000 ചെലവാക്കാൻ എനിക്കെന്താ ഭ്രാന്താണെന്ന് കരുതിയോടി നീ? ദിവ്യ, ഏയ് ദിവ്യ, കണ്ണു തുറക്കടി. എടോ, താനെവിടെയാ? ഒന്ന് വേഗം കേറി വാ. നരുന്ത് പോലത്തെ നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നോടി. എന്ത് നോക്കിയിരിക്കുക? ചത്ത് കിടക്കുക. എവിടെയെങ്കിലും കൊണ്ടേ കളാ. ഓക്കെ സാർ. സന്തോഷ്, എന്റെ റൂമിലേക്ക് വാ. ഓക്കെ സർ. എന്റെ ദിവ്യയെ കൊന്നത് അജയാണോ? അപ്പൊ അവിടെ ജീവനോടെ ഇല്ലേ? സർ. ആ സന്തോഷ്, പറയൂ സർ. ബാങ്കിൽ ചെന്ന് ഈ പൈസ വിഡ്രോ ചെയ്യേ. ഓക്കെ സർ. ആ സന്തോഷം നിന്നേ. വണ്ടി എടുത്തു, പെട്ടെന്ന് പോയിട്ട് വരണം. ഓക്കെ സർ. ചിത്ര, സർ. കാഞ്ചീപുരം ഫയൽ എടുത്തിട്ട് പെട്ടെന്ന് അകത്തേക്ക് വാ. ഓക്കെ സർ. സർ, ഫയൽ. ഏയ്, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെറുതെ കളിയാക്കല്ലേ സർ. ഏയ്, സത്യം തന്നെ പറഞ്ഞത്. താങ്ക് യു സർ. അല്ല, ആരുടെ സെലക്ഷൻ ആയത്? ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ സർ. ഞാൻ വിചാരിച്ച എന്റെ ബോയ് ഫ്രണ്ട് സെലക്ട് ചെയ്താണ്. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല സർ. സത്യമായിട്ടും? സത്യ സർ. ഗുഡ്. ഒന്ന് പോ സർ. എന്തൊരു നാണവാടി നിനക്ക്. എന്തൊക്കെ പറഞ്ഞാലും ഒരു എവിഡൻസെങ്കിലും നമുക്ക് അവിടുന്ന് കിട്ടാതിരിക്കില്ല സാർ. നമസ്കാരം സാർ. തന്റെ അനിയത്തെ പറ്റി തന്നെ സംസാരിച്ചോണ്ടിരുന്നേ.
എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്റെ അനിയത്തി മരിച്ചു കിടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയതാ സാറേ. ഇത് തന്റെ അനിയത്തിരാ? അല്ല സാറേ, കൂട്ടത്തിലുള്ള ആരെങ്കിലും മിസ്സായതായിരിക്കും. സാർ, ആ കുട്ടി അന്ന് എന്റെ അടുത്ത് വന്നപ്പോ അജയ്ക്കെതിരെ ഒരു പ്രധാനപ്പെട്ട എവിഡൻസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു സാർ. ആ കുട്ടിയോട് അത് എത്രയും പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരാൻ പറയുകയും ചെയ്തു. ഇതിലെന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. കുമാര, യെസ് സാർ. ഈ ഒറ്റ എവിഡൻസ് മതി അവനെ പൊക്കാൻ. വണ്ടി എടുക്ക. ഓക്കെ സാർ. ചിത്ര, ഞാൻ പറഞ്ഞ മെയിൽ അയച്ചോ? സാർ അതൊക്കെ നേരത്തെ അയച്ചിരുന്നു. ബാക്കി കമ്പനികൾക്കോ? എല്ലാ കമ്പനിയിലേക്കും ഞാൻ അയച്ചിരുന്നു. നാളേക്ക് അപ്ഡേഷൻസ് അറിയാൻ പറ്റും. ഗുഡ്. ആ, എന്താടോ കാര്യം പറ. സാറേ, നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ചിത്ര, നീ വീട്ടിലേക്ക് പോയിക്കോ. ഇതെന്താ പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞേ? കാര്യങ്ങൾ അവിടെ വരെ എത്തിയല്ലേ? പറയൂ സർ. സന്തോഷ്, നീ വേഗം തിരിച്ചു വാ. എന്തു വരും സർ? പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ഹലോ സർ. സർ സന്തോഷ്, പെട്ടെന്ന് ഗവർണറുടെ ഹോട്ടലിലേക്ക് പോകണം. വെരി ഫാസ്റ്റ്. പെട്ടെന്ന് അവിടെ വണ്ടി എടുക്ക. എടോ, താൻ പറഞ്ഞത് സാർ ആ വണ്ടി തന്നെയല്ലേ? അതെ സാർ, ആ വണ്ടി തന്നെ. ഞാൻ എന്ത് നോക്കി നിൽക്കാം? ഫോളോ ചെയ്തു. അവനിപ്പം മിസ്സായ പിന്നെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഓ സന്തോഷ്, ഞാനൊന്ന് വേഗം പോടൂ. സ്പീഡിൽ പോ. താനൊന്ന് വേഗം ചവിട്ടി വിടുവോ? ഫാസ്റ്റ് ഫാസ്റ്റ്. ഒന്ന് വേഗം പോ. മിസ്സായല്ലോ. ഇവിടുന്ന് എങ്ങോട്ടായി നീ? ശരി, ലെഫ്റ്റിലേക്ക് പോ. സന്തോഷ്, ഇതാണ് ഏറ്റവും നല്ല അവസരം. അവനെ കൊന്നു കളഞ്ഞേക്ക്. സന്തോഷ്, ഒന്ന് വേഗം പോ. കൊല്ല് സന്തോഷ്, അവനെ കൊല്ല്. അവനെ വിടരുത്, അവനെ കൊല്ല്. സന്തോഷ്, നീ ഇതെന്ത് കാണിക്കുക? എവിടേക്കാ പോകുന്നേ? അതൊക്കെ തനിക്ക് മനസ്സിലായിക്കോളും. മര്യാദയ്ക്ക് സംസാരിച്ചോണം. എനിക്ക് സൗകര്യമില്ല. താൻ ദിവ്യ എന്താണ് ചെയ്തത്? ദിവ്യോ? അതേതവളാടാ? തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നില്ലേ ആ കുട്ടിയെ? നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താ? ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? അതെന്താ ചോദിച്ചത്? മര്യാദയ്ക്ക് വണ്ടി നിർത്തണം. നിർത്തണം. എന്റെ അടുത്താണോ നിന്റെ കളി? നിന്നെ നീ കൊല്ലൂടാ. ചാവടാ. എന്നെ കൊല്ലണമെങ്കിൽ നീ ഒന്നോടെ ജനിക്കേണ്ടി വരും. എവിടെ പോലും തന്നെ കൊല്ലാതെ ഞാൻ വിടണോ? നീ ചത്തില്ലടാ. എന്റെ
ദിവ്യയെ കൊന്നല്ലേ? ഞാൻ ചത്താലും കുഴപ്പമില്ല, നിന്നെ കൊണ്ടേ ഞാൻ പോകൂടാ. താനൊന്നും പേടിക്കാതിരിക്കുക, കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. ശരി, അവൻ രക്ഷപ്പെട്ടോളൂ. ഡോക്ടർ വരുന്നുണ്ട്, വാ ചോദിച്ചു നോക്കാം. ഡോക്ടർ, ആ പയ്യന്റെ കണ്ടീഷൻ? അജയ് സാറിന് രക്ഷിക്കാൻ പറ്റില്ല. സന്തോഷിന് ഇതൊരു ബോധം വേണ്ടില്ല. സന്തോഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് മോശമാണ് സർ. ഡോക്ടറെ, ഞങ്ങളുടെ മോനിപ്പോ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവന് ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. താങ്ക്സ് ഡാ. നീ എന്നെ നേരിൽ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ നിന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ നോക്കിയല്ലോ നീ. ഞാൻ മരിച്ചെന്ന് വിചാരിച്ചോ നീ? നിന്നെ കാണാൻ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ലടാ. സന്തോഷ്, ഐ ലവ് യു ഡാ. ഐ ലവ് യു. ഐ ലവ് യു സന്തോഷ്. ദിവ്യ, 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 നീ ഇത് എവിടെയോ ഉള്ളത്? എന്റെ കൂടെ തന്നെ ഇപ്പൊ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് എവിടെ പോയി നീ? എന്റെ അടുത്തേക്ക് വാ ദിവ്യ, ഒന്ന്. നീ ഇപ്പൊ ജീവനോടെ ഉണ്ടല്ലേ? എന്റെ അടുത്തേക്ക് ഒന്ന് വാ ദിവ്യ. ദിവ്യ, സന്തോഷ്, ഇത്ര നേരം എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നില്ലേ? സന്തോഷ്, ഒന്ന് വാ ദിവ്യ. എന്താ ഉണ്ടായേ? എടാ, എന്താ ഉണ്ടായെന്ന് പറ. സന്തോഷ്, മോനെ കരയല്ലേ? എന്താണ് ഇത്? എന്റെ ദിവ്യ, അവളെന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്ര നേരം എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാണുന്നില്ല അമ്മേ. ഞാൻ കണ്ടതാ അമ്മേ. എന്നോട് സംസാരിക്കുകയും ചെയ്തു. ഞാൻ സത്യം പറയുന്ന ഞാൻ കണ്ടതാ. അവളെന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷ്, ഇങ്ങോട്ട് നോക്ക് മോനെ. ഒന്നുമില്ലടാ, ഇതുവരെ സ്വപ്നത്തിൽ മാത്രമായിരുന്നു. ഇപ്പൊ നേരിൽ വന്നു എന്ന് പറയുന്നു. എന്താടാ പറ്റിയ നിനക്ക്? ഡോക്ടറെ കണ്ടോ? ഡോക്ടറെ, അവളിവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ എവിടെയാണെന്ന് പറയേ. അവൾ എവിടെയാണെന്നൊന്ന് പറഞ്ഞു താ ഡോക്ടറെ. അവളിവിടെ തന്നെ എവിടെയോ ഉണ്ട് ഡോക്ടറെ. ഒന്ന് കണ്ടുപിടിച്ച് സമാധാനിക്ക്. ഒരുപാട് സ്ട്രെയിൻ എടുക്കല്ലേ, നമുക്കെല്ലാം ശരിയാക്കാം. കരയാതടാ, നീ ഒന്ന് സമാധാനിക്ക്. നോക്കൂ ഡോക്ടറെ. ദിവ്യ, എവിടേക്ക് പോയത്? എന്റെ അടുത്തേക്കൊന്ന് വാ ദിവ്യ. ദിവ്യ, ആരാ ഈ ദിവ്യ? കൊറേ നാളായിട്ട് എന്റെ മോൻ സ്വപ്നത്തില് ഒരു പെൺകുട്ടി വരുന്ന കാര്യം പറയാറുണ്ട് ഡോക്ടറെ. അവള് തന്നെ ആയിരിക്കും ഈ ദിവ്യ. നിങ്ങളുടെ മകൻ എന്തായാലും ഭാഗ്യമുണ്ട്. ഇത്രയും വലിയ ആക്സിഡന്റ് നടന്നിട്ടും രക്ഷപ്പെട്ടു വന്നില്ലേ? ഇപ്പൊ ഇയാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും. ശരി ഡോക്ടർ, എന്നാലും ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ല ഡോക്ടർ, നിങ്ങളുടെ മകനുള്ള ഒരേ ഒരു മരുന്ന് ദിവ്യ മാത്രമാണ്. മോനെ സന്തോഷ്, സന്തോഷ് ധൈര്യമായിരിക്കും മോനെ. വണ്ടി വിളിച്ചിട്ട് വാ. നമ്മുടെ മോനെ നമ്മുടെ വീട്ടിൽ ഞാൻ വിളിച്ചിട്ട് വരാം. ഇപ്പൊ വിളിച്ചിട്ട് വരാം. മോനെ, എന്താടി പറ്റിയേ? നമ്മുടെ മോനെ കാണുന്നില്ല. നീ എന്തായി പറയുന്നേ? പോയതറിയില്ല. ഇവിടെ എല്ലായിടത്തും ഒന്ന് അന്വേഷിച്ചു നോക്ക്. പോയി നോക്കിയതാ, എവിടെയും ഇല്ല. എന്റെ ദൈവമേ, വാ നമുക്ക് പോയി നോക്കാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. എന്താ എടാ, നമ്മുടെ സന്തോഷിനെ കാണുന്നില്ലടാ. ഹോസ്പിറ്റലിൽ മുഴുവനും ഞങ്ങൾ അന്വേഷിച്ചു. എവിടെ പോയെന്ന് അറിയില്ല. എടാ, നിനക്ക് എന്തെങ്കിലും അറിയാവോ? എനിക്കറിയില്ല, ചിലപ്പോ മലയിൽ പോയിട്ടുണ്ടോ. ശരി, പോയി നോക്കാം. ദിവ്യ, 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 എവിടെ ദിവ്യ? ദിവ്യ, ദിവ്യ,
നോക്കുന്നേ? എനിക്ക് ഭ്രാന്താന്ന് വിചാരിച്ചോ? ഡോക്ടർ പറഞ്ഞാലും കുഴപ്പമില്ല, എന്റെ അച്ഛനമ്മയും പറയുന്നത് കേട്ടില്ലേ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ഞാൻ എന്തിനാ ചാവുന്നെന്ന്? എന്റെ സ്വപ്നത്തിൽ വന്ന് നീ വിടിയില്ലേ? സ്വപ്നത്തിലൂടെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ദിവ്യ പറഞ്ഞോളം ഞാൻ കൊന്നുകളയും ചെയ്തു. അവനും ജീവനോടെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ എല്ലാവരും ഉള്ള സമയത്ത് എന്റെ ദിവ്യ മാത്രം ഇവിടെ. കണ്ടില്ലേ? അല്ല, നീ എങ്ങനെ ഇവിടെ വന്ന്? എനിക്ക് മനസ്സിലായി നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ ഒന്നുമില്ലാട്ടോ. കൊന്നു കഴിഞ്ഞാ എന്റെ മുന്നിൽ വരുന്നല്ല പറഞ്ഞിരുന്നേ. അവള് പറഞ്ഞ പോലെ എന്റെ മുമ്പിൽ വരണം ഇപ്പോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ചാവും ഞാൻ. ദിവ്യ എന്തിനാ വേലത്തിരിക്കുന്നത്? എഴുന്നേറ്റ് വാ മോളെ. ആ ഡോക്ടറെ ഞാൻ ഒന്ന് കാണാതിരിക്കായിരുന്നു. മോളെ ഒന്നും ഇങ്ങോട്ട് നോക്കി. മോളുടെ പേരെന്താ ഒന്ന് പറഞ്ഞേ? ഡോക്ടർ, എന്റെ മോളെ നിങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോക്കോളൂ. എന്നെ തന്നെ അവൾക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ. ഈ അവസ്ഥയിൽ ഞാൻ അവളെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവളുടെ അവസ്ഥ എന്തായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മരണത്തിന്റെ തുല്യായിരുന്നു അറിയാം എനിക്ക്. തലയ്ക്ക് അടി കിട്ടിയതുകൊണ്ടാ നിങ്ങളുടെ മകളുടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും ഓർമ്മ വരില്ലെന്നാണോ ഡോക്ടർ? നോ, നിങ്ങൾ പേടിക്കണ്ട. നേരത്തെ നടന്ന സംഭവങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഡോൺ വരി, കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ദിവ്യ എഴുന്നേക്ക് മോളെ, നമുക്ക് പോവാ. ശരി മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ബാഗൊക്കെ എടുത്തിട്ട് വരാം. ദിവ്യ വാ മോളെ, പോവാ നമുക്ക്. ഹായ് സൈക്കിൾ. കേറ് മോളെ. ഇനി സൈക്കിൾ ആവട്ടാ. കേറിക്കോ. വണ്ടിക്ക് എന്ത് പറ്റി? എന്തോ ചെറിയ പ്രശ്നം. ഇപ്പൊ ശരിയാക്കി തരാം. ഇങ്ങനെ പറന്നു പോയിട്ട് പിന്നെ താഴെ വരണം. ഒരുപാട് സമയം എടുക്കുവോ? റെഡി സർ, പോവാം. ദിവ്യ മോളെ, ദിവ്യ. അയ്യോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. എന്റെ മോള്. അയ്യോ ദിവ്യ. അയ്യോ മോനെ, എന്റെ മോള് വയ്യാതിരിക്കുന്ന കുട്ടിയാ. ടെൻഷൻ അടിക്കല്ലേ, എവിടെ പോയി പോലും അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് അവളെ വിളിച്ചോണ്ടിരുന്ന വഴിയല്ലേ ഇത്. മോളെവിടെ? ഞാൻ അവിടെ ഒന്ന് അന്വേഷിക്കും മോനെ. ദിവ്യ, ദിവ്യ മോളെ, ദിവ്യ മോളെ, എവിടേക്കാ മോളെ നീ പോയെ? ദിവ്യ എവിടെയാ മോളെ നീയ്? ദിവ്യ, ഞാൻ എവിടെ പോയി അന്വേഷിക്കണ്ടേ? ദിവ്യ എവിടെയാ മോളെ നീയ്? ദിവ്യ, എന്നോട് പറയാതെ എവിടേക്കാ മോളെ പോയേ? നീ നിന്റെ അച്ഛനെ വിട്ട് എവിടേക്കാ മോളെ ഒറ്റയ്ക്ക് പോയത്? അങ്ങോട്ട് പോവാം. നീ ഭക്ഷണം കഴിച്ചോ? വിശന്നിരിക്കുവാ? നല്ല രസമുണ്ടല്ലോ കാണാൻ. നീ ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ മോളിൽ പോയിട്ട് വരാം. ടാറ്റാ.
ഈശ്വര ഗുണ എന്നെ കൊണ്ട് പറ്റുന്നില്ലടാ. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ. ദേ ഇവിടെ അടുത്ത് ഒട്ടും തന്നെയാ. വയ്യടാ. ഒന്ന് വാ. അതുകൊണ്ടാ നമുക്ക് പോയി നോക്കാം. മോളെ ദിവ്യ എവിടെയാടാ നീ? ദിവ്യ ഇവിടെ എന്തെടുക്കുക? എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോരുന്നുണ്ടോ? പറയ്. ദിവ്യ വീട്ടിൽ പോയിട്ട് നീ വന്നോ? നമുക്ക് അവിടെ ഒരുമിച്ചിരുന്ന് കളിക്കാം. ദിവ്യ നിന്റെ സന്തോഷാണ് ഞാൻ. എന്റെ പാവ നിനക്ക് മനസ്സിലായില്ലേ? നോക്ക്. എന്റെ ദിവ്യ. പാവ നോക്ക്. ദിവ്യ നോക്ക് ദിവ്യ, നിന്റെ സന്തോഷാണിത്. എന്റെ ദിവ്യ. പാവയെ കാണാൻ എന്തൊരു ഭംഗി. ഞാൻ നിനക്ക് വേണ്ടി ഒരുത്തനെ കൊന്നിട്ടാടി വന്നിരിക്കുന്നത്. ദിവ്യ പോ. ദിവ്യ 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 നിക്ക്. പോ. എന്റെ അടുത്തേക്ക് ദിവ്യ വരണ്ട. പറയുന്നേക്ക്. ദിവ്യ ദിവ്യ എന്നെ വിടാനല്ലേ നോക്ക് ദിവ്യ. പറഞ്ഞേ? ഞാൻ നിന്റെ സന്തോഷാണ് ദിവ്യ. ദിവ്യ ദിവ്യ ഞാൻ നിന്റെ സ്വപ്നത്തിൽ വന്ന് ഓർമ്മയില്ലേ? ഞാൻ നിന്റെ സന്തോഷം നോക്ക് ദിവ്യ. എന്നെ മനസ്സിലായില്ലേ? എത്ര നേരായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നു. എവിടെയായിരുന്നു നീ? അങ്ങള് ദിവ്യയുടെ ആരാ? എന്റെ മോളാ മോനെ ഇത്. എന്റെ സ്വന്തം മോളാ. അവക്ക് തലയ്ക്ക് അടിയായിട്ട് പഴയ കാര്യങ്ങളെല്ലാം മറന്നിരിക്കുക. വാ മോളെ നടക്ക്. വാ ദിവ്യ വാ മോളെ എന്നെ വിട്ടിട്ട് വാ. പോവില്ല ദിവ്യ. പ്ലീസ് ദിവ്യ, ഞാൻ നിന്റെ സന്തോഷം. ദിവ്യ വാ പോ മോളെ. ദിവ്യ 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 എന്റെ ഈ ഹൃദയം നിനക്ക് വേണ്ടി കാത്തിരിക്കുക. എന്റെ ഹൃദയം ഉണ്ടല്ലോ നിനക്ക് വേണ്ടി കാത്തിരിക്കും. സന്തോഷ്. ദിവ്യ അങ്ങളെ സന്തോഷമുള്ള പോട്ടെ. നീ നടക്കേ അങ്ങോട്ട് പോ. മോളെ നിനക്ക് എന്നെ ഓർമ്മയുണ്ട് ഇപ്പോ. ഈശ്വര അനുഗ്രഹം. മോനെ, സന്തോഷേ. ഇത് എന്റെ സ്വപ്നത്തിൽ വന്ന ദിവ്യ. നീ പറഞ്ഞു കൊച്ചേ. അതെ അമ്മേ. എടാ അളിയ, ഇതാണ് എന്റെ ദിവ്യ. നീ കണ്ടില്ലേ? ഇവര് തമ്മിൽ എന്ത് അതെ, അതെ, അതെ. ചേർന്ന് നോക്കി. ഓ, സന്തോഷം. അതെ. നമസ്കാരം. നമസ്കാരം.